മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ റിസീപ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റിസീപ്റ്റ്സ് മുതലായ പുതിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഈ ക്യാപിറ്റൽ റിസീപ്റ്റ്സും റവന്യൂ റിസീപ്റ്റ്സൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ നമുക്കറിയണം, ഇത്തരത്തിലുള്ള ഇപ്പോൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടുകളും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളും ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ. അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പർപ്പസ് മനസ്സിലാക്കി പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകൾ പഠിച്ചിട്ടുണ്ട്. ട്രേഡിങ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മുതലായവയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകളായിട്ട് കണക്കാക്കുന്നത്. എന്തിനാണ് നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഇത്തരത്തിലുള്ള അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനാണ്? അവരുടെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാനും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനുമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് താല്പര്യമില്ലാത്ത ചില ഓർഗനൈസേഷനുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, അവർ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്കും വരവും ചിലവും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്തല്ല, ഒരു ബിസിനസ് പേഴ്സൺ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർ പോലെ ഒരു പ്രോഫിറ്റ് ഗെയിൻ അല്ല അവരുടെ ഉദ്ദേശം. റാദർ ദാൻ എന്താണ്, സർവീസ് റെൻഡർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളും നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ മെയിൻ മോട്ടീവ് എന്തല്ല, പ്രോഫിറ്റ് അല്ല. സോ നമുക്ക് അത്തരത്തിലുള്ള ഓർഗനൈസേഷനെ എന്ത് പേരിട്ട് വിളിക്കാം? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുകൾ. എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ദ ടേം ഇറ്റ് സെൽഫ് ഹാവ് ദ മീനിങ് അല്ലേ, നോൺ പ്രോഫിറ്റ്. അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവിടെ ഇല്ല. അവിടെ എന്താണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളെ ഇങ്ങനെയും വിളിക്കാം, നോൺ ട്രേഡിംഗ് കൺസേണുകൾ. നോൺ ട്രേഡിംഗ്, അവിടെ നോർമൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസുകളല്ല. ഒരു ഗുഡ്സ് റോ മെറ്റീരിയൽസ് വാങ്ങുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതിലെങ്ങനെ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് സെല്ല് ചെയ്യുക എന്നല്ല അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ എങ്ങനെയാണ്? ഇപ്പോൾ പ്രോഫിറ്റ് ഇല്ലാത്ത ഓർഗനൈസേഷനുകൾ നമുക്ക് ചുറ്റുമുണ്ടോ? അത്തരത്തിലുള്ള ഓർഗനൈസേഷനുകളുണ്ടോ? ഉണ്ട്. ചാരിറ്റബിൾ ഓർഗനൈസേഷൻസുകളുണ്ട്, നമുക്ക് ചുറ്റുമുള്ള ക്ലബ്ബുകളുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മോട്ടീവിന് ഉപരി സർവീസ് റെൻഡർ ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയും ഓർഗനൈസേഷനുകളാണ്, ഇവർക്കും വരവും ചിലവും എല്ലാം തന്നെ ഉണ്ട് ഇല്ലേ. പക്ഷെ അവരുടെ ഒരു മെയിൻ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തല്ല, പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കൺസേൺ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി ആയിരിക്കുമോ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തൻ്റെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക? ആയിരിക്കുമോ? ഇല്ല. കാരണം അവിടെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ പൊസിഷനും അറിയേണ്ടത് വെരി അർജൻ്റ് ആണ്. അതുപോലെ തന്നെ ദേ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ദിസ് എന്താണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? അവരുടെ വിവരങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യുന്ന അല്ലേ ആൾക്കാരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. പക്ഷേ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ നമുക്ക് പ്രോഫിറ്റ് എന്താണെന്ന് അറിയേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ കമ്പനിയോ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകൾ പോലെയല്ല ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുകൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾക്കും അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർക്ക് എന്തൊക്കെ ചിലവുകളും വരവുകളും ഉണ്ട് എന്നുള്ളത് അത് അക്കൗണ്ട് ചെയ്യപ്പെട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രിപ്പറേഷൻ കുറച്ച് വ്യത്യസ്തമാണ്. ചില സിമിലാരിറ്റീസുകൾ നമുക്കുണ്ടെങ്കിലും അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നോർമൽ ഫൈനൽ അക്കൗണ്ട്സ് മോഡിലല്ല. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ നോക്കാം. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ്, ഇറ്റ് ഓൾസോ നോൺ ആസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലേ. നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് വിളിക്കാം.
is an entity established to serve social, cultural, educational, religious or charitable purpose rather than earning profit. ക്ലിയർ അല്ലേ? നോൺ ട്രേഡിംഗ് കൺസേൺ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടി ആണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസുകൾ നിലവിൽ വരുന്നത് അല്ലെങ്കിൽ ഉള്ളത്? നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? നമുക്ക് ചുറ്റുമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമുക്ക് ചാരിറ്റബിൾ സൊസൈറ്റീസോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പറയാം, ക്ലബ്ബുകൾ പറയാം, റിലീജിയസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവർക്ക് സർവീസാണ് റാദർ ദാൻ ഏർണിംഗ് പ്രോഫിറ്റ്. The primary goal is to promote the welfare of the society or a specific group, or any income generated is reinvested in the organization's mission. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോഫിറ്റ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അല്ല. പക്ഷെ പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമുക്കതൊരു പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ, ഒരു ക്ലബിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. ആ ക്ലബിലുള്ള ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ആ ക്ലബിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് അഡ്മിഷൻ ഫീയും, അതുപോലെ ക്ലബിന് ഒരു പുരോഗതിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ പല രീതിയിൽ പ്രൈസ് കൊടുക്കുക അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർ എന്ത് ചെയ്യും? ഈ ക്ലബിൽ ഡൊണേഷൻസും കൊടുക്കും അല്ലേ? ഡൊണേഷനും കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്ലബിന് ആൾക്കാരെ കയ്യിൽ നിന്ന് ഒരു പിടിച്ചു വാങ്ങലില്ല. എന്താണ്? ആൾക്കാർ സ്വമേധയാ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലവും കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമുക്കതിൽ നിന്ന് എന്താണ് കുറച്ച് മിച്ചം പിടിക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് അത്രത്തോളം കിട്ടുന്ന വരുമാനത്തിനേക്കാളും എന്താണ് നമുക്ക് വരുമാനത്തിനേക്കാളും കുറവാണ്. അതായത് നമുക്കിപ്പോൾ ഒരു 10,000 ആ ക്ലബിന് ഒരു മാസം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു 2-3 ലാക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ ചിലവ് എന്താണ് അതിനേക്കാളും കുറവാണെങ്കിൽ അവർക്ക് ആ വർഷം എന്ത് ചെയ്യും? കുറച്ച് മിച്ചം പിടിക്കാൻ എന്ത് ചെയ്യും? സാധിക്കും. അത് പക്ഷേ അവർ ആ വർഷം അവർക്ക് എത്രയാണോ ബാക്കി അവർക്ക് മിച്ചം കിട്ടിയത് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഒരിക്കലും അവിടെയുള്ളവരെല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? ഈ ഒരു കിട്ടിയ ഒരു ബാക്കി വന്ന എമൗണ്ട് എന്ത് ചെയ്യും? അവരവിടെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാറാണ്. മിച്ചം പിടിച്ചത് എന്ത് ചെയ്യും? അവിടെ തന്നെ എന്ത് ചെയ്യും? അത് ആ ഒരു പർട്ടിക്കുലർ ക്ലബിൻ്റെ വെൽഫെയറിന് വേണ്ടി തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. The primary goal is to promote the welfare of a society or a specific group, and any income generated, അവിടെ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ആയി അല്ലെങ്കിൽ നമുക്ക് ചിലവ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവിടെ മിച്ചം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ in the organizations generated is reinvested in the organization. ആ ഓർഗനൈസേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? റീഇൻവെസ്റ്റ് ചെയ്യും. ഇൻ ദ സെൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല, അതവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവിടെ പോകില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ അവരുടെ എന്താണ് വരവുകളും ചെലവുകളും അവർക്ക് എഴുതി വെച്ചേ പറ്റുള്ളൂ അല്ലേ? അത് പ്രോപ്പറായിട്ട് അവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് എഴുതി വെച്ചേ പറ്റത്തുള്ളൂ. സോ ഹിയർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? ദേ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് സച്ച് ആസ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ടു എൻഷുർ ട്രാൻസ്പെറൻസി. അപ്പോൾ ഇവിടെ നമ്മളവിടെ എന്താ പഠിക്കുക? ട്രയൽ ബാലൻസ് ഉണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് ഇല്ല, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അവിടെയും ഇവിടെയും നമുക്ക് ബാലൻസ് ഷീറ്റ് ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ നമുക്കിവിടെ അതിന് പകരം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണുള്ളത്. ഈ ഓരോ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള പർപ്പസുകളുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കാരണം നമ്മളൊരു നോർമൽ ബിസിനസ്സിൽ വരുന്ന ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ല ഒരു നോൺ ട്രേഡിംഗ് കൺസേണിൽ വരുന്നത്. നമുക്കിവിടെ സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു അല്ലേ? പ്രൊഡക്ഷൻ എക്സ്പെൻസ്, പർച്ചേസ് എക്സ്പെൻസ്, സെയിൽ എക്സ്പെൻസ്, അത്തരത്തിലുള്ളൊരു രീതിയിലുള്ള എക്സ്പെൻസുകളല്ല ഈ ഒരു നോൺ ട്രേഡിംഗ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന ഐറ്റം. സോ നമ്മളതിൽ എന്തൊക്കെ എടുക്കണം, ഏതൊക്കെ ഐറ്റംസുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് എങ്ങനെയാണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്, എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പ്രിപ്പറേഷന് മുന്നേ
പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ടേംസുകൾ നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിലോട്ട് കടക്കാൻ പറ്റൂ. സോ അത് നമുക്ക് ആദ്യം പഠിക്കാം. So surplus or deficit from the operation is recorded in the income and expenditure account. അതായത് ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്താണ്, നമ്മളിവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നല്ല, നമുക്ക് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ കിട്ടിയോ, സർപ്ലസ് ആണോ അതോ ഡെഫിസിറ്റ് ആണോ. സർപ്ലസ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മുടെ ഇൻകം കൂടുതലും നമുക്ക് ചിലവ് കുറവുമാണെങ്കിൽ നമുക്ക് മിച്ചം പിടിക്കാൻ കിട്ടി, സർപ്ലസ് ആണല്ലേ. ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് കിട്ടിയ വരുമാനത്തെക്കാൾ നമുക്ക് ചിലവായി, ഒന്നും നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റിയിട്ടില്ല, കമ്മി ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചം പിടിക്കാൻ കിട്ടി, ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നമുക്കതിൽ നിന്നൊന്നും കിട്ടിയില്ല, അവിടെ ചിലവാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കത് ബാലൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഈ സർപ്ലസ് ഡെഫിസിറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പിടികിട്ടും. സോ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. അതിൽ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള 3 അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പേര് മാത്രമേ പഠിച്ചുള്ളൂ, കഥ നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ, അഥവാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളും റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില ടേംസുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം അല്ലേ. ചില ടേംസുകൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തിലോട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആ ടേംസുകൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താലോ. അപ്പം എന്തൊക്കെയാണ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കുവാണ്, ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ്, അപ്പം അതൊരു നമ്മളിവിടെ ട്രേഡിംഗ് കൺസേണുകളും നോൺ ട്രേഡിംഗ് കൺസേണുകളും ഉണ്ട് കേട്ടോ. രണ്ടിനായാലും ശരി ട്രാൻസാക്ഷൻസുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്യാപിറ്റൽ ഐറ്റംസ് എന്നും റവന്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റൽ ഐറ്റംസ് എന്നും റവന്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞ് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ക്യാപിറ്റലിൽ തന്നെ ക്യാപിറ്റൽ റിസീപ്റ്റുകളും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളും ഉണ്ടാവും. റവന്യൂവിലും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറുകളും റവന്യൂ റിസീപ്റ്റുകളും ഉണ്ടാവും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ. സോ ഹിയർ ക്യാപിറ്റൽ ഐറ്റംസ്. ഈ ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് വേർഡ് അങ്ങ് ഓർത്ത് വെച്ചിരിക്കുക, നോൺ റെക്കറിങ് ഇൻ നേച്ചർ. നോൺ റെക്കറിങ് ഇൻ നേച്ചർ എന്താണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം അല്ല. ഓർഗനൈസേഷനിൽ അങ്ങനെ എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ്, അതിഥിയാണ് ആര്, ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയാലും, അതായത് നമുക്ക് എന്താണ്, ഒരു ഇൻകം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു റിസീപ്റ്റ് ആണെങ്കിലും ശരി, ഒരു എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ശരി, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, നോൺ റെക്കറിങ് ആണ്. അത് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം അല്ല, വല്ലപ്പോഴും മാത്രമേ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു, ഓക്കെ, ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു, അത് നമ്മൾ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈ പറയുന്ന ഒരു അസറ്റ് നമ്മൾ വിറ്റു, എന്താണ് അത്, നമുക്ക് എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. സോ ഫിക്സഡ് അസറ്റുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് വിൽക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് ടേം പർപ്പസിലേക്കുള്ള റിസീപ്റ്റുകളോ എക്സ്പെൻഡിച്ചറുകളോ ആണെങ്കിലേ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, ക്യാപിറ്റൽ ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി റവന്യൂയിലോട്ട് ചെല്ലാം. റവന്യൂ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ എന്താണ്, വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇവിടെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന റെക്കറിങ് ആയിട്ടുള്ള ചിലവുകളും വരുമാനങ്ങളും നമുക്കുണ്ട്. റെക്കറിങ് ആയിട്ടുള്ള ചിലവുകളും വരുമാനങ്ങളും ഉണ്ട്. റെക്കറിങ് ആയിട്ടുള്ള വരുമാനങ്ങളെ നമ്മൾ റവന്യൂ റിസീപ്റ്റ് എന്നും, റെക്കറിങ് ആയിട്ടുള്ള ചിലവുകളെ നമ്മൾ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറുകളെന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. സ്ഥിരം നമുക്ക് വരുന്നൊരു ചിലവ് എന്താ, റെന്റ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി കൊടുക്കുക, ഒക്കെ നമുക്ക് എന്താണ്, സ്ഥിരം നമുക്ക് വരുന്ന ചിലവുകളല്ലേ. അത് വല്ലപ്പോഴും മാത്രമേ വരത്തുള്ളൂ. ഇല്ല ഒരു അസറ്റ് വാങ്ങുന്ന പോലെയാണോ റെന്റ് കൊടുക്കുന്നത്? അല്ല. റെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു റെക്കറിങ്, നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നോർമലി റൺ ചെയ്യുമ്പോൾ വരുന്ന കുറേ ചിലവുകളാണ്. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി റവന്യൂ റിസീപ്റ്റ് എന്താണ്, നമുക്കിങ്ങനെ
സ്ഥിരം ഒരു ക്ലബ്ബ്, നമ്മൾ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസുകൾ പഠിച്ചല്ലോ, അവിടെ നമ്മൾ ക്ലബ്ബുകൾ പഠിച്ചു. ക്ലബ്ബിൽ പല മെമ്പേഴ്സുകളും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരും ഇല്ലേ. അപ്പോൾ അതെന്താണ്, അതൊരു റവന്യൂ റിസീപ്റ്റ് ആണ്. കാരണം എന്താണ്, ഒറ്റ തവണ മാത്രമാണോ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുക? അല്ല. ഈ എൻട്രൻസ് ഫീ അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇന്നും നാളെ അല്ലെങ്കിൽ ഒരു മന്ത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ചെയ്യും, വീണ്ടും അഡ്മിഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ അത് നമുക്ക് റെക്കറിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻകമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിൽഡിംഗ്, നമ്മളൊരു ട്രസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു റിലീജിയസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലബ്ബ്, ഇപ്പോൾ ഞങ്ങൾക്കൊരു ഓൺ ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചോ, ഞങ്ങൾ അതൊരു റെൻറ്റിന് കൊടുത്തേക്കുക, അതർ പാർട്ടിക്ക് കൊടുത്തേക്കുക. അപ്പോൾ ആ റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ റെൻറ്റ് കൃത്യമായിട്ട് മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതൊക്കെ എന്താണ്, റവന്യൂ റിസീപ്റ്റ്. റെക്കറിംഗ് ആയിട്ട് നമുക്കൊരു വരുമാനം കിട്ടുവാണെങ്കിൽ അത് റിസീപ്റ്റും, റെക്കറിംഗ് ആയിട്ട് നമുക്കൊരു ചിലവ് വരുവാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. തിരിച്ച് നമുക്ക് നോൺ റെക്കറിംഗ് ആയിട്ട് വരുന്നൊരു വരുമാനമാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസീപ്റ്റും, നോൺ റെക്കറിംഗ് ആയിട്ട് വരുന്നൊരു ചിലവാണെങ്കിൽ അത് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഒന്ന് നോക്കിയാലോ. ക്യാപിറ്റൽ റിസീപ്റ്റ് ഡു നോട്ട് അറൈസ് ഡ്യൂ ടു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. ആണോ? ഒരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ അറൈസ് ചെയ്യുന്ന ഐറ്റം ആണോ? അല്ല. ദാറ്റ് മീൻസ് ഒരു ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ഒരു റിസീപ്റ്റേ അല്ല ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുന്നത്. നോൺ റെക്കറിംഗ് നേച്ചർ, യെസ്, ക്യാപിറ്റൽ ഐറ്റംസ് വെദർ ഇറ്റ് ഈസ് റിസീപ്റ്റ് ഓർ എക്സ്പെൻഡിച്ചർ, അതിൻ്റെ ഒരു നേച്ചർ എന്താണ്, നോൺ റെക്കറിംഗ് ആണ്. ദാറ്റ് മീൻസ് റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു ഐറ്റം അല്ല. Because not regularly earned by the business, which can be invested in business for more than one accounting period. എന്താണ്, നമുക്കതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് നമുക്ക് എന്താണ്, പെട്ടെന്ന് അതിൻ്റെ ബെനിഫിറ്റ് വാനിഷായി പോവോ? ഇല്ല, അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കത് കൂടുതൽ വർഷം അത് നിലനിൽക്കും. It is shown in the balance sheet and revenue. It is shown in the balance sheet and revenue receipts in the profit and loss account. ഇവിടെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയുവാണ്. എവിടെയാ വരിക? ഈ പറയുന്ന ക്യാപിറ്റൽ റിസീപ്റ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ എവിടെ വരും? ബാലൻസ് ഷീറ്റിൽ അതൊരു അസറ്റിലാണോ ലയബിലിറ്റിയിലാണോ വരുന്നത്? എവിടെയാ വരുന്നത്? ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അയ്യോ, അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു റിസീപ്റ്റ് അല്ലേ, അപ്പോൾ അതൊരു അസറ്റ് സൈഡിലോട്ടല്ലേ പോകേണ്ടെന്നൊരു സംശയം ആർക്കേലും ഒന്ന് തോന്നി കാണുമെന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുവാണ്. അതായത് ക്യാപിറ്റൽ റിസീപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ നമ്മൾ എന്താണ് റിസീപ്റ്റ്, ഒന്നുകിൽ നമ്മുടെ അസറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്യാപിറ്റൽ റിസീപ്റ്റ് കിട്ടും. ഒരു ഫിക്സഡ് അസറ്റ് അല്ലേ, ഒരു ലോങ് ടൈം അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ് കിട്ടും. അപ്പോൾ അവിടെ അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുകയല്ലേ. ദെൻ ഇനി നമ്മൾ വല്ല ലോൺ എടുക്കുകയോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിസീപ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൻ്റെ നമ്മൾ ബാക്കിയുള്ള ഒരു സെൻസിലല്ല, ഈ ഫണ്ട് വന്നോ പോയോ, നമുക്കൊരു ലോങ് ടൈം പർപ്പസിൽ നമുക്ക് ഫണ്ട് കിട്ടിയോ, അതൊരു അസറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു നേച്ചർ ലയബിലിറ്റി ആയിക്കോട്ടെ, നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ആ ഒരു ഫണ്ട് ബിസിനസ്സിലേക്ക്, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിലേക്ക് അല്ലേ, നമ്മൾ അതിനെ പറ്റിയല്ലേ പഠിക്കുന്നത്. ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസിൽ എന്താണ്, ആ ഫണ്ട് വന്നു, ഇൻഫ്ലോ, ബിസിനസ്സിലേക്ക് ഫണ്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനിലേക്ക് വന്നാൽ ഇൻഫ്ലോ ഫണ്ട്, ഒരു ഫണ്ട് പുറത്തേക്ക് പോയാൽ അത് ഔട്ട്ഫ്ലോ ഫണ്ട് എന്നാണ് നമ്മൾ പറയുക. നമുക്കൊരു ഫണ്ട് വന്നെങ്കിൽ അത് ക്യാപിറ്റൽ, അത് ഏത് രീതിയിലാണ്, അതൊരു റെക്കറിംഗ് നേച്ചർ അല്ലാതെ തരത്തിലുള്ള ഒരു ഫണ്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വന്നെങ്കിൽ അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ചിലപ്പോൾ അത് നമ്മൾ അസറ്റ് വിറ്റിട്ടായിരിക്കും നമുക്ക് ആ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവുക, റെക്കറിങ് അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഷെയറോ ഡിബഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും. ഏത് തരത്തിലായിക്കോട്ടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഫണ്ട് അതാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്, ലോങ് ടൈം ബേസിസിൽ അല്ലേ, റെക്കറിങ് അല്ലാതെ ബേസിസിൽ. അപ്പം ഇവിടെ നമ്മൾ ഈ പറഞ്ഞ രണ്ട് വഴിയിലാണ് നമുക്ക് ഈ ഫണ്ട് വരിക. ഒന്നുകിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യും, ദാറ്റ് മീൻസ് നമ്മൾ അസറ്റ് വിറ്റിട്ടായിരിക്കും നമുക്ക് ആ റിസീപ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കടം മേടിച്ചിട്ടുണ്ടാവും അല്ലേ, ലോങ് ടൈം ലോണുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു എന്ന് നമ്മളിവിടെ പറയാൻ കാരണം കേട്ടോ.
സോ ഹിയർ ഇത് ബാലൻസ് ഷീറ്റിലാണ് ഷോൺ ചെയ്യുന്നത്. എന്ത് പറഞ്ഞാൽ നമ്മൾ അങ്ങ് പോയത്, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് ഇത് എഴുതുന്നതെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരും, എന്തിനാ അത് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത് അല്ലേ. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെയാണ് അവിടെ വരിക. ദെൻ റവന്യൂ റെസീപ്റ്റ്സിന്റെ കാര്യം കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഒരു പോയിന്റ് പറഞ്ഞിരിക്കുക അല്ലെ, അങ്ങ് പറഞ്ഞു പോയാലോ. റെസീപ്റ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ് നമ്മൾ എവിടെ എഴുതുക? റവന്യൂ റെസീപ്റ്റ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. റവന്യൂ റെസീപ്റ്റ്സ് ഇൻകം ആണ്. എന്താണ് നമുക്ക് കിട്ടിയ റവന്യൂ റെസീപ്റ്റ്സുകൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ സ്ഥാനവും റവന്യൂ റെസീപ്റ്റ്സിന്റെ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നുള്ളതൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇനി എക്സാമ്പിളിലോട്ട് പോകാം. ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുവാണ് കേട്ടോ. എന്താണ്? receipts from sale of fixed asset, receipts on account of raising of capital or business. That means ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും, ഡിവിഡൻഡ് സബ്സ്ക്രൈബ് ചെയ്യും, ഇതൊക്കെ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ് അല്ലേ. ഇവിടെ ഈ എക്സാമ്പിള് നമ്മൾ ജനറലൈസ് ചെയ്താ പറയുന്നത്, നോൺ ട്രേഡിംഗ് കൺസേൺ ഉദ്ദേശിച്ചല്ല. കാരണം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഐറ്റംസ് അല്ല ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വരിക. അപ്പൊ നമ്മൾ ഐറ്റംസും കൂടെ ഒന്ന് പഠിക്കണം. ഇവിടെ ഞാൻ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു ജനറലൈസ് ചെയ്താ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിസീപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, റിസീപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ ഫോർ ബിസിനസ്, നമ്മൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് വഴി ഫണ്ട് റൈസ് ചെയ്യുന്നു, ഇതൊക്കെ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ലോൺ നമ്മൾ ബോറോ ചെയ്യുന്നു, മോർഗേജ് ലോണുകൾ നമ്മൾ എടുക്കുന്നു. Then receipts on account of payments received towards debentures or other loan. അത് തന്നെയാണ് നമുക്ക് എന്താണ് അതുവഴി ആ ഒരു മോഡൽ കിട്ടുന്ന ലോൺ വഴിയോ ഡിബഞ്ചേഴ്സ് വഴിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ഫണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ, അതൊരു ലോങ് ടൈം നേച്ചർ ആയിട്ടുള്ളതാണോ, അതൊരു റെക്കറിങ് നേച്ചർ അല്ലേ, അതെന്താണ്? ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഇനി നമുക്ക് നോൺ ട്രേഡിംഗ് കൺസേണിലെ ഐറ്റംസുകൾ പഠിക്കാം. കാരണം ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും നിങ്ങൾക്ക് തെറ്റുകൂടാതെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. നോൺ ട്രേഡിംഗ് കൺസേൺസിൽ വരുന്ന എക്സാമ്പിളുകളാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈഫ് മെമ്പർഷിപ്പ് ഫീ. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ റിസീപ്റ്റ്സുകളെല്ലാം റെക്കറിങ് നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ നോർമൽ മെമ്പർഷിപ്പ് ഫീ നോക്കുവാണെങ്കിൽ മെമ്പർഷിപ്പ് ഫീ എങ്ങനെയാണ്? നമ്മളൊരു മെമ്പർ ആവും, ഒരു ക്ലബിൽ മെമ്പർ ആവണമെങ്കിൽ അയാൾക്ക് ഒരു തവണ മാത്രമേ മീൻസ് ഒരാൾക്ക് മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഒരു മാസം മെമ്പർ ആവുകയുള്ളൂ. അല്ല, മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലബിൽ 2 മന്തിലൊരിക്കൽ അല്ലെങ്കിൽ മന്ത്ലി ബേസിലൊക്കെ അല്ലെങ്കിൽ ദിവസവും എന്ത് ചെയ്യാം, അവിടെ മെമ്പർഷിപ്പിന് ആൾക്കാർ വരാം അല്ലേ. അപ്പം മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു റെക്കറിങ് നേച്ചറാണ്. മെമ്പർഷിപ്പ് ഫീ ആർക്ക് വേണോ മെമ്പർ ആവുന്ന സമയത്ത് അവിടെ ഫീ അടയ്ക്കണം അല്ലേ, അത് റെക്കറിങ് നേച്ചറാണ്. പക്ഷേ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒറ്റ ടൈമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമ്മൾ കൊടുക്കത്തുള്ളൂ. മറ്റത് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓരോരുത്തരും വരുന്നു എന്നുള്ള രീതി മാത്രമല്ല, നമ്മളവിടെ എന്താണ് ഓരോ മന്തും അല്ലെങ്കിൽ ഇയർലി ബേസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് നമ്മൾക്ക് പുതുക്കി കൊടുക്കേണ്ടി വരും അല്ലേ. പക്ഷേ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുമ്പോൾ വൺ ടൈം ഫീ കളക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് ഫോർ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. നമ്മളത് എന്ത് ചെയ്യും, ഒരാളിൽ നിന്ന് ഒരു തവണ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വൺ ടൈം മാത്രമേ നമ്മളത് എന്ത് ചെയ്യുന്നുള്ളൂ, റിസീവ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൺ ടൈം പേയ്മെന്റ് ആണ്. ആ ഒരു പേയ്മെന്റിന് റെക്കറിങ് സ്വഭാവം ഇല്ല. സോ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ആദ്യത്തേത് എന്തായിട്ടാണത്? ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാ റെക്കറിങ് നേച്ചർ അല്ല, ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഇനി സ്പെസിഫിക് ഡൊണേഷൻസുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഡൊണേഷനുകൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. സ്പെസിഫിക് ഡൊണേഷനുകളുണ്ട്, ജനറൽ ഡൊണേഷൻസുകൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ഡൊണേഷനുകളുണ്ട്, ജനറൽ ഡൊണേഷനുകൾ നമുക്കുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഇപ്പം ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഡൊണേഷൻ എന്ന് പറയുന്നത് റെക്കറിങ് ആയിട്ടുള്ള ഐറ്റം അല്ലേ. നമുക്കതിങ്ങനെ വീണ്ടും ഡൊണേഷനുകൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ മന്തിലോ അങ്ങനെയൊന്നും അല്ല, എന്ത് ചെയ്യും, അതിങ്ങനെ വീണ്ടും നമുക്കത് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ ഡൊണേഷൻ. പക്ഷേ
അത്തരത്തിലുള്ള ഡൊണേഷനുകളെ നമുക്ക് ജനറൽ ഡൊണേഷൻ എന്ന് വിളിക്കാം. കാരണം ഇന്ന പർപ്പസിനാണെന്നൊന്നും ഇല്ല, നമ്മൾ അയാളുടെ ഒരു ഫണ്ട് പലയിടത്തായിട്ട് എന്ത് ചെയ്യും, ഡൊണേഷൻസുകൾ വരും. ഇനി സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു ഫണ്ട് കൊണ്ട് കൊടുത്തിട്ട് പറയുവാണ് എന്താണ് ഇവിടെ ഒരു ഒരു ബിൽഡിങ് കെട്ടിക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകൾ എന്തെങ്കിലും ഇവിടെ ഉറപ്പാക്കുക, അങ്ങനെ ഒരു പർപ്പസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. അത്തരത്തിലുള്ളതാണ് എന്ത്, സ്പെസിഫിക് ഡൊണേഷൻസ്. സ്പെസിഫിക് ഡൊണേഷൻസ് റെക്കറിങ് സ്വഭാവമുള്ളതല്ല. സ്പെസിഫിക് ഡൊണേഷൻസ് എന്താണ്, റെക്കറിങ് നോൺ റെക്കറിങ് ഐറ്റം ആണ്. സ്പെസിഫിക് ഡൊണേഷൻസ് എന്താണ്, നോൺ റെക്കറിങ് ഐറ്റംസ് ആണ്, മറന്നു പോകരുത് സ്പെസിഫിക് ഡൊണേഷൻസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഡൊണേഷൻസ് എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് നോക്കുക, സ്പെസിഫിക് എന്ന് പറയാതെ വെറുതെ ഡൊണേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ജനറൽ ഡൊണേഷൻ എന്നാണ്. സ്പെസിഫിക് ഡൊണേഷൻ ആണ് എങ്കിൽ കൃത്യമായി പറഞ്ഞിരിക്കും അത് സ്പെസിഫിക് ഡൊണേഷൻ എന്നത് ടേം ചെയ്തിരിക്കും കേട്ടോ. ജനറൽ ആണെങ്കിൽ എന്താണ്, ജനറൽ എന്ന് പറയണമെന്നില്ല, വെറുതെ നമ്മൾ ഡൊണേഷൻ എഴുതിയാലും അതിൻ്റെ അർത്ഥം എന്താണ്, അത് ജനറൽ ഡൊണേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ സ്പെസിഫിക് ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് തന്നെ ആകും. സോ ഡൊണേഷൻസ് റിസീവ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ലൈക്ക് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, പർച്ചേസിങ് ഓഫ് അസറ്റ്. അപ്പം ഈ പറയുന്ന ഡൊണേഷൻസ് എന്തൊക്കെയാവാം, ഇപ്പൊ നമുക്ക് ബിൽഡിംഗ്, ലാൻഡും ഒക്കെ മേടിക്കുന്നതിന് ബേസ് ചെയ്തിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫർണിച്ചർ ആൻഡ് എക്യുപ്മെന്റുകളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നതാവാം. പവിലിയൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമുക്കൊരു പർപ്പസ് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് അവിടെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്ക് ഇതെല്ലാം എന്താണ്, ഒരു സ്പെസിഫിക് ഡൊണേഷൻ ആണ്, ഇന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. Then endowment fund, capital fund where only the income generated is utilized, shown under liabilities. endowment fund ഉണ്ട്. endowment fund നമുക്ക് എന്താണ്, അത് നമുക്ക് റെക്കറിംഗ് ആയിട്ടുള്ളതല്ല, നമ്മളത് ക്യാപിറ്റൽ റിസീപ്റ്റിലായിട്ടാണ് കാണിക്കുക. ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഓർഗനൈസേഷൻസ്, റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് അണ്ടർ അസറ്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിപ്പം എന്താണ്, ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മുടക്കുന്നത് നമ്മൾ എന്തായിട്ട് കാണണം, നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് എന്താണ്, ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമുക്ക് എന്താണ്, അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, അത് നമുക്ക് ആ ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതർ മെമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു പർട്ടിക്കുലർ ക്ലബിലോ അല്ലെങ്കിൽ ആ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് ടേം ചെയ്യാം, ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് ടേം ചെയ്യാം കേട്ടോ. അപ്പോൾ ചില ഐറ്റംസുകൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് ക്യാപിറ്റൽ റിസീപ്റ്റും എക്സ്പെൻഡിച്ചറുമായിട്ട് മാറും. അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്കതിനെ റിസീപ്റ്റ് ആണോ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റവന്യൂ റിസീപ്റ്റ് ആണ്. റവന്യൂ ഇപ്പൊ തന്നെ നമുക്ക് ക്ലിയർ ആയില്ലേ, എന്താ റവന്യൂ റിസീപ്റ്റ് എന്ന് മനസ്സിലായില്ലേ. റെക്കറിംഗ് ആയിട്ട് വരുന്നതാണ് അല്ലെ, റെക്കറിംഗ് ആയിട്ട് വരുന്ന അല്ലെ റിസീപ്റ്റുകളാണ് നമുക്ക് റവന്യൂ റിസീപ്റ്റുകൾ എന്ന് നമ്മൾ ടേം ചെയ്യുന്നത്. റെസീപ്റ്റ്സ് ഏൺഡ് ഡ്യൂ ടു റൊട്ടീൻ കോഴ്സ് ഓഫ് ബിസിനസ് ഈസ് നോൺ ആസ് റവന്യൂ റിസീപ്റ്റ്സ്. റൊട്ടീൻ ബിസിനസ് ഡേ ടു ഡേ, ഒരു ബിസിനസ്സിന്റെ ഡേ ടു ഡേ എന്താണ് ആക്ടിവിറ്റീസുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന റിസീപ്റ്റുകളാണ്. അവൈലബിൾ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് കൺസേൺ. അതായത് ഈ റവന്യൂ റിസീപ്റ്റുകൾ എന്ന് പറയുന്നത് എന്തിനാണ് ഈ റവന്യൂ റിസീപ്റ്റ്സുകൾ നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ എക്സ്പെൻസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവത്തില്ലേ, അപ്പം അതെല്ലാം മീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, കാശ് വേണ്ടേ. ബാക്കി ബിസിനസ് കൺസേണോ പോലെയാണോ നമ്മുടെ അവസ്ഥ, ഒരു നോൺ ട്രേഡിങ് കൺസേൺസിനെ ആണല്ലോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ചിലവുകൾ നടത്താൻ നമുക്ക് എന്താണ്, നമുക്കവിടെ അതിനാവശ്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഈ റിസീപ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ചിലവിനും കണ്ടെത്തുന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ അവൈലബിൾ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് ദ ബിസിനസ്. ഇവിടെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. റവന്യൂ റിസീപ്റ്റ്സ് എന്നുള്ള മീനിങ്ങിലല്ല. ശരിക്കും ഈ പോയിന്റ് സ്യൂട്ടബിൾ ഏതിനാ, റവന്യൂ എക്സ്പെൻഡിച്ചറിനാണ് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് അവൈലബിൾ ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് എ
ബിസിനസ് നമുക്ക് എന്തിനു വിളിക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചറിന് നമുക്ക് വിളിക്കാം. റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ തന്നെ റൊട്ടീൻ കോഴ്സ് ഓഫ് ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുന്ന റിസീപ്റ്റുകളാണ് നമ്മൾ എന്ത് റവന്യൂ റിസീപ്റ്റുകൾ എന്ന് ടേം ചെയ്യുന്നത്. എക്സാമ്പിൾ, ഏൺഡ് ബൈ സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ എന്താണ് റവന്യൂ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ നമ്മൾ എന്ത് വിളിക്കും? ഒരു നോർമൽ ഒരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? നമ്മളതിനെ സെയിൽസ് അല്ലെ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റവന്യൂ ഏതാണ്? സെയിൽസ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പോസ് ചെയ്യുന്നതല്ല, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിൽ നിന്ന് നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ? ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മന്ത്ലി നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? അപ്പോൾ അത് നമുക്ക് എന്താണ് ഇവിടെ അതൊരു റവന്യൂ റിസീപ്റ്റ് ആയിട്ട് കാണിക്കാം. ദെൻ കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എന്താണ്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്താണ് കമ്മീഷൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്തതിൽ നമുക്ക് എന്ത് കിട്ടും? കമ്മീഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അത് നമുക്കൊരു ഇൻകം അല്ലേ? പക്ഷെ ആ ഇൻകത്തിൻ്റെ നേച്ചർ എന്താണ്? റെക്കറിങ് നേച്ചറാണ്. അത് നമുക്ക് ഇനിയും എന്താണ് അതിന് എന്താണ് റെക്കറിങ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ഇൻകമാണ്. സോ അത് നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? റവന്യൂ റിസീപ്റ്റിൽ ഉൾപ്പെടുത്താം. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ലൈഫ് ടൈം ഓൺ പേയ്മെന്റ് അല്ല കേട്ടോ. ഡിവിഡൻഡ് റിസീവ്ഡ് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, അയ്യോ അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് അല്ലേ എന്നൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഐറ്റമാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിവിഡൻഡ് നമുക്ക് എന്തായിട്ട് ടേം ചെയ്യാം? ഡിവിഡൻഡ് എന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റെക്കറിങ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഡിവിഡൻഡ് കിട്ടും, റിട്ടേൺ കിട്ടും അല്ലേ? സോ അതൊരു റെക്കറിങ് നേച്ചറായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. സോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകമും അതുപോലെ തന്നെ ഡിവിഡൻഡും ഒക്കെ റവന്യൂ റിസീപ്റ്റ് ആണ്, റെക്കറിങ് സ്വഭാവമുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് ആരെയാണ്? അതെ, നോൺ ട്രേഡിംഗ് കൺസേണിൽ വരുന്ന ഐറ്റംസുകളെയാണ് നമുക്ക് ആവശ്യം അല്ലേ? നമുക്ക് നോക്കാം. നോൺ ട്രേഡിംഗ് കൺസേൺസിൽ വരുന്നത് സബ്സ്ക്രിപ്ഷൻസ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ? ആനുവൽ ഫീസ് റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ്. സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ് നമ്മൾ എന്താണ് ആനുവൽ ഫീസ് നമ്മൾ എന്ത് ചെയ്യും? മെമ്പേഴ്സിൽ നിന്ന് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും? ആനുവൽ ഫീസ് നമ്മൾ എന്ത് ചെയ്യും? ഈടാക്കും അല്ലെ? എന്താണോ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണോ നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഈടാക്കും. സോ റിക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ഡൊണേഷൻസ്. എന്താണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസീപ്റ്റ് ആണ് ഇത് ഡൊണേഷൻസ്. ഈ ഡൊണേഷൻസ് ഇവിടെ പറയുന്ന ഡൊണേഷൻസ് ഏതാണെന്ന് നോക്കിക്കേ. ജനറൽ അല്ലേ? എന്തുകൊണ്ടാണ് ജനറൽ ഡൊണേഷൻസ്? സ്പെസിഫിക് ഡൊണേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സ്പെസിഫിക് ഡൊണേഷൻസ് എന്തിലോട്ട് പോകും? അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റും ജനറൽ ഡൊണേഷൻസ് ഒരു റവന്യൂ റിസീപ്റ്റും ആണ്. ഡൊണേഷൻസ് റിസീവ്ഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പർപ്പസ്. അവിടെ നമ്മളത് കൃത്യമായിട്ട് സ്പെസിഫിക് പർപ്പസിനല്ല അതവിടെ കൊടുക്കുന്നത്. അപ്പം ഇത് ജനറലായിട്ടാണ് കൊടുക്കുന്നത്. നമുക്കത് എന്തിനു വേണോ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നോർമലി ഇത്തരത്തിലുള്ള ഡൊണേഷൻസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ഇത് നമ്മളൊരു റവന്യൂ റിസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഡൊണേഷൻസ് നമ്മൾ അവിടെ കാണിക്കും. ഓക്കെ, എൻട്രൻസ് ഫീ. അടുത്ത് എന്ന് പറയുന്നത് എന്താണ്? എൻട്രൻസ് ഫീ ആണ് കേട്ടോ. എൻട്രൻസ് ഫീ ഇപ്പോൾ എൻട്രൻസ് ഫീസിന്റെ കേസിൽ ശരിക്കും ഒരു കൺഫ്യൂസിങ് ഫാക്ടർ ഉള്ളത്, ചിലപ്പോൾ അവിടെ നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കുന്ന കേസും ഉണ്ട്, സ്മോൾ എമൗണ്ട് കൊടുക്കുന്ന കേസും ഉണ്ട്. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് എങ്കിൽ നമുക്കത് എന്താണ്? അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് നമുക്കതൊരു ലോങ് ടൈം പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്മോൾ എമൗണ്ട് ആണെങ്കിൽ എൻട്രൻസ് ഫീ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോർമലി ശരിക്കും എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് റവന്യൂ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. എൻട്രൻസ് ഫീ നമ്മളൊരു റവന്യൂ ഐറ്റംസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി കൺഫ്യൂഷൻ എടുപ്പിക്കാൻ അതൊരു എമൗണ്ട്, അത് ലാർജർ എമൗണ്ട് ആണ് എന്നൊക്കെ എടുത്ത് പറയുവാണെങ്കിലേ ഒരു കൺഫ്യൂഷൻ വരികയുള്ളൂ. സപ്പോസ് അത്തരത്തിൽ ചോദിച്ചാൽ സ്മോളർ എമൗണ്ട് ആണെങ്കിൽ നമ്മളത് റവന്യൂ റിസീപ്റ്റ്സ് ആയിട്ടും, ഒരു ലാർജർ എമൗണ്ട് ഒരു ലോങ് ടൈം പർപ്പസിന് പീരീഡ് കൂട്ടിയാണ് എങ്കിൽ അത് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം ഉണ്ടെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ റിസീപ്റ്റുമായിട്ടും ട്രീറ്റ് ചെയ്യും. ജനറലി എൻട്രൻസ് ഫീ എന്താണ്? ഒരു റവന്യൂ റിസീപ്റ്റ് ആണ്.
It is if the entrance fee is a nominal account, it is treated as a revenue received is shown in the income and expenditure account. അതൊക്കെ നമുക്ക് ഈ ഓരോ ഐറ്റവും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് എവിടെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യു ജസ്റ്റ് നൗ ഐഡന്റിഫൈ ദ ഐറ്റംസ്. ഒന്ന് നിങ്ങൾ ഈ ടേംസുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒരു ഐറ്റം കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് തിരിക്കാൻ സാധിക്കണം, തരംതിരിക്കാൻ സാധിക്കണം. അതിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ഏതൊക്കെ, റവന്യൂ റിസീപ്റ്റ്സ് ഏതൊക്കെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് അതിനെ തരംതിരിക്കാൻ പറ്റിയാൽ മാത്രം മതി. പിന്നെ എന്താണ് പ്രൊസീഡ്സ് ഫ്രം എന്റർടൈൻമെന്റ് ഇവന്റ്സ്. അപ്പോൾ ഈ ക്ലബുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ കൾച്ചറൽ പ്രോഗ്രാമും അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കത്തില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ ഫണ്ട് കിട്ടുമല്ലേ, അപ്പൊ അത് നമുക്കൊരു റവന്യൂ അല്ലേ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തില്ലേ, അപ്പൊ അതൊരു റെക്കറിങ് ബേസിലായിട്ടുള്ള ഒരു എന്താണ് ഒരു ഇൻകം ആണ് അല്ലേ. അപ്പൊ അത് നമുക്ക് റവന്യൂ റിസീപ്റ്റ്സിൽ എടുക്കാം. സോ പ്രൊസീഡിങ് ഫ്രം എന്റർടൈൻമെന്റ് ഇവന്റ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിച്ചാണല്ലോ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുന്നത് അല്ലെ. ഒരു ഗോൾഡിലായിക്കോട്ടെ, അതർ ടൈപ്പ് ഓഫ് ഷെയർസിലോ എന്തിലായിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനാണ്? അതിൽ നിന്നൊരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സോ ഹിയർ ഇവിടെയും ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കതൊരു ഇൻട്രസ്റ്റ് എന്താണ്? അത് റെക്കറിംഗ് ആയിട്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു റെക്കറിംഗ് നേച്ചറാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഒരു ക്ലബിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുവെങ്കിൽ അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു റവന്യൂ റിസീപ്റ്റ് ആണ്. ദെൻ റെന്റ് ഫ്രം പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു ക്ലബിനൊരു ബിൽഡിംഗ് ഉണ്ട്, അത് റെന്റ് കൊടുത്തിരിക്കുവാണ്. സോ അത് നമുക്ക് റെക്കറിംഗ് ആയിട്ട് റെന്റ് മന്ത്ലി അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമല്ലേ. സോ റെന്റ് ഫ്രം പ്രോപ്പർട്ടി. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ആൻഡ് പബ്ലിക്കേഷൻസ്. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലബ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് എന്ന് വെച്ചോ, അപ്പൊ ഈ ഒരുപാട് മാഗസീനുകളും ന്യൂസ് പേപ്പേഴ്സുകളും ഒക്കെ ഇങ്ങനെ സ്ഥിരം വരുന്നതല്ലേ. അപ്പൊ നമ്മൾ ഒത്തിരി ആവുമ്പോൾ നമ്മൾ വീടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കുറേയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് എന്താണ് അത് സൂക്ഷിക്കാൻ സ്റ്റോറേജ് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ കുറച്ചാകുമ്പോൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് വിൽക്കും അല്ലേ. അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഇവിടെ ന്യൂസ് പേപ്പേഴ്സും മാഗസീനും പീരിയോഡിക്കൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളത് എടുത്ത് വിൽക്കാറുണ്ട് കേട്ടോ. നമ്മളത് എന്ത് ചെയ്യാറുണ്ട്, അതെടുത്ത് നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ വിൽക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും, അതിപ്പോൾ ഒരു ഓൺ ടൈം അല്ലെങ്കിൽ ലൈഫ് ലോങ് ഓൺ ടൈം മാത്രമാണോ നമ്മളത് വിൽക്കുന്നത്? ഒരു തവണ വിറ്റാൽ പിന്നെ നമ്മളത് വിൽക്കത്തില്ലേ? അല്ല, നമ്മൾ 2-3 months ആകുമ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും, എടുത്ത് നമ്മൾ വിൽക്കും, അതിൻ്റെ സ്റ്റോറേജ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. സോ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ കേട്ടോ. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് റിസീപ്റ്റ് ആണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറഞ്ഞോണം, അത് റവന്യൂ റിസീപ്റ്റ് ആണ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ഒക്കെ എന്താണ്, റവന്യൂ റിസീപ്റ്റ് ആണ്. എന്നാൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണെന്ന് ചോദിച്ചാലോ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സും ഒക്കെ വിൽക്കുന്നത് എന്താണ്, അതൊരു റവന്യൂ റിസീപ്റ്റ് ആണ്. പീരിയോഡിക്കൽസ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതൊരു റവന്യൂ റിസീപ്റ്റ് ആണ്. ഗ്രാൻസ് ആൻഡ് എയ്ഡ്സ് ഫോർ ഓപ്പറേഷൻസ്. ഗവൺമെന്റ് ഓർ പ്രൈവറ്റ് ഗ്രാൻസ് റിസീവ്ഡ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്. ഗവൺമെന്റ് ഗ്രാൻസും എയ്ഡും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഈ ശരിക്കും അതൊരു വൺ ടൈം എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിലൊക്കെ അതൊരു റെക്കറിംഗ് ആയിട്ട് ബേസിൽ ഗവൺമെന്റ് എയ്ഡുകൾ കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ റവന്യൂ റിസീപ്റ്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഗവൺമെന്റ് പ്രൈവറ്റ് ഗ്രാൻസ് റിസീവ്ഡ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്. നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസിന് അവരൊരു എമൗണ്ട് അതൊരു റെക്കറിംഗ് ബേസിൽ തരികയാണ് എങ്കിൽ നമുക്കത് എന്താണ്, റവന്യൂ റിസീപ്റ്റ്സ് ആയിട്ട് തന്നെ കാണാം. സോ ഹിയർ ഒരു റിസീപ്റ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. ഒരു ഇൻകം ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. അത് റെക്കറിംഗ് ബേസിലാണോ അത് ജനറേറ്റ് ആയത്, ഇനി നമുക്ക് ആ ഒരു ഇൻകം ഇനി പ്രതീക്ഷിക്കണ്ടേ, അത്തരത്തിലുള്ളതാണോ, അതോ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇൻകം ആണോ എന്നുള്ളത് നോക്കി എന്ത് ചെയ്യുക, അത്തരത്തിൽ നമ്മൾ ഒരു ലോങ് ടൈം പർപ്പസ് ആണോ അല്ലെങ്കിൽ വിത്തിൻ 1 year ബേസിലുള്ളതാണോ എന്ന് നോക്കി അത് തിരഞ്ഞെടുക്കുക. അത് ക്യാപിറ്റൽ റിസീപ്റ്റ് ആണോ റവന്യൂ റിസീപ്റ്റ് ആണോ എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ക്യാപിറ്റൽ റിസീപ്റ്റ്സും റവന്യൂ റിസീപ്റ്റ്സിനെ ഒരു എന്താണ് ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, റവന്യൂ റിസീപ്റ്റ്സ്. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ഡു നോട്ട് അറൈസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്, എന്താണ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലാണോ? അല്ല.
പക്ഷെ റവന്യൂ എങ്ങനെയാണ്? നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന റിസീപ്റ്റ്സുകളാണ്, ഡേ ടു ഡേ ബേസിൽ വരുന്ന റിസീപ്റ്റ്സുകളാണ്. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആർ നോൺ റെക്കറിങ് ഇൻ നേച്ചർ. അതെന്താണ്? അത് തന്നെയാണല്ലോ മുകളിൽ പറഞ്ഞത് അല്ലേ? നോർമൽ കോഴ്സിൽ വരില്ല എന്നർത്ഥം എന്താണ്? അത് നോൺ റെക്കറിങ് ആണ്. ഇവിടെ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസുകൾ വരുന്നു, അതിന്റെ അർത്ഥം എന്താണ്? അതിന് റെക്കറിങ് സ്വഭാവമാണ് ഉള്ളത്. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് പെർട്ടൈൻ ടു ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു റിസീപ്റ്റ്സ് എന്തിനാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. റവന്യൂ റിസീപ്റ്റ്സ് പെർട്ടൈൻ ടു ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ ആ ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റവന്യൂ റിസീപ്റ്റ്സിന്റെ ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നത്. ക്യാപിറ്റൽ റിസീപ്റ്റ് ഷോൺ ആസ് ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ റിസീപ്റ്റ് എവിടെയാണ് ഷോൺ ചെയ്യുന്നത്? ലയബിലിറ്റി സൈഡിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു. റവന്യൂ റിസീപ്റ്റ്സ് പെർട്ടൈനിങ് ടു കറന്റ് ഇയർ ഈസ് ഷോൺ ആസ് ദ ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് തോസ് പെർട്ടൈനിങ് ടു ഫ്യൂച്ചർ പീരീഡ് ഈസ് ഷോൺ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ റവന്യൂ ഐറ്റംസ് റിസീപ്റ്റ്സിന്റെ കേസിൽ നമ്മൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സിന് എന്താണ്? ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി, ഒത്തിരി ഒന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. ക്യാപിറ്റൽ റിസീപ്റ്റ്സിന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇച്ചിരി ഒരു സ്ഥലം ലയബിലിറ്റിയുടെ അടുത്ത് കൊടുത്തേച്ചാൽ മതി. പക്ഷേ റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് അത് എഴുതുക? നമ്മളുടെ സ്ഥാനം അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കേട്ടോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് കൊണ്ടുപോകും കേട്ടോ. അല്ലാതെ റവന്യൂ റിസീപ്റ്റ്സിൽ നമ്മൾ എവിടെയേ കാണിക്കത്തുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് അത് കൊടുക്കത്തുള്ളൂ. Capital receipts may be returned back. Revenue receipts need not be returned or refunded. Capital receipts may be returned back. നമ്മൾ എന്ത് ചെയ്യുവാണ്? കൊടുക്കുന്നു. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് എന്ത് ചെയ്യും? നമുക്കത് തിരിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കത് റിട്ടേൺ ചെയ്യാനോ അത് റീഫണ്ട് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. മേ ബി റിട്ടേൺ ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ലോണിനെ പറ്റി ആലോചിച്ചേ, നിങ്ങൾ ഷെയറിനെ പറ്റി ആലോചിച്ചേ. ഇങ്ങോട്ട് കിട്ടി റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചിരുന്നു, തിരിച്ചു കൊടുക്കണ്ടേ? സോ റിട്ടേൺ ബാക്ക്. ക്യാപിറ്റൽ റിസീപ്റ്റ് നമ്മൾ റിസീപ്റ്റ് ആയിട്ട് വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ടൈമിന് അത് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ റവന്യൂ റിസീപ്റ്റ്സ് അങ്ങനെയല്ല. റെന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുമോ? അല്ലേ? നമുക്ക് കിട്ടിയ റിസീപ്റ്റ് അല്ലെങ്കിൽ കമ്മീഷൻ നമ്മൾ മേടിച്ചിട്ട് നമ്മളത് റീഫണ്ട് ചെയ്യുമോ? ഇല്ല കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ഓർത്തോളുക. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ റിസീപ്റ്റ് മേ ബി റിട്ടേൺ എന്ന് പറയുന്നതിന്റെ റീസൺ? നമ്മുടെ ഷെയർ ബേസിലും ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതൊരു എക്സാമ്പിൾ അല്ലേ ക്യാപിറ്റൽ റിസീപ്റ്റിന്റെ. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇറ്റ് മേ ബി റിട്ടേൺ ബാക്ക് എന്ന് പറയുന്നത്. ദെൻ റവന്യൂ റിസീപ്റ്റ്സ് നീഡ് നോട്ട് ബി റിട്ടേൺ ഓർ റീഫണ്ടഡ്. അവിടെ നമുക്ക് തിരിച്ചൊന്നും കൊടുക്കണ്ട. റെന്റ് ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണെങ്കിലും നമുക്ക് പോക്കറ്റിലേക്ക് ഇടാം, തിരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. Capital receipt increases funds available for investment but may be reduced profit as interest is to be paid on loans obtained. Capital receipt എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഫണ്ട് ഇൻക്രീസസ് ഫണ്ട് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഷെയർ ആണെങ്കിലും ലോൺ ആണെങ്കിലും അവിടെ നമ്മുടെ ബാധ്യത കൂടുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ. ബട്ട് മേ റെഡ്യൂസ് ദ പ്രോഫിറ്റ് ആസ് ഇൻട്രസ്റ്റ് ഈസ് ടു ബി പെയ്ഡ് ഓൺ ലോൺസ് ഒബ്റ്റെയിൻഡ്. എല്ലാത്തിനും 2 വർഷം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതൊരു ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് കിട്ടും അല്ലേ. നമുക്കവിടെ അത് ഏത് ഫോമിലാണെങ്കിലും നമുക്കൊരു ലോങ് ടൈം പർപ്പസിലേക്ക് വേണ്ടി നമുക്കൊരു ഫണ്ട് കിട്ടും. പക്ഷേ ക്യാപിറ്റൽ റെസീപ്റ്റ് കൂടിയാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിനെ അത് സാരമായിട്ട് ബാധിക്കും. പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യും ഇല്ലേ. നമ്മൾ കൂടുതൽ ഷെയറും ലോണും ഡിബഞ്ചറും മോർഗേജ് ലോണും ഒക്കെ എടുത്ത് നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്തു എന്ന് കരുതുക. നമ്മൾ അതെല്ലാം ഇൻട്രസ്റ്റ് അടയ്ക്കുക, അത് റീഫണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അങ്ങ് ഒരു ഇനഫ് പ്രോഫിറ്റ് നമുക്കവിടെ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രോഫിറ്റിനെ എന്ത് ചെയ്യും? അത് കുറയ്ക്കും. ഓക്കെ. റവന്യൂ റിസീപ്റ്റ്സ് ഇൻക്രീസസ് പ്രോഫിറ്റ്സ് ആൻഡ് ഫണ്ട്. റവന്യൂ റിസീപ്റ്റ്സ് ഇൻക്രീസസ് പ്രോഫിറ്റ് ആൻഡ് ഫണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു നോർമൽ ഒരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസുകളാണ് എന്ത്? റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഗെറ്റ് ഇറ്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റിലും ഇൻഡയറക്റ്റ് ഇൻകങ്ങളെല്ലാം നമ്മൾ ക്രെഡിറ്റിലാണ് എഴുതുന്നത് അല്ലേ.
അപ്പോൾ അവിടെ നമ്മൾ ഇൻകം എല്ലാം നമ്മൾ ക്രെഡിറ്റിലല്ലേ എഴുതുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ. ഈ ക്രെഡിറ്റ് സൈഡ് എല്ലാം എന്താണ് ഇൻകവും, ഡെബിറ്റ് സൈഡ് എല്ലാം എക്സ്പെൻസും ആണ്. നമുക്ക് റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻകം, ഇപ്പോൾ റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം ഇൻകം ആണ്, റെക്കറിംഗ് നേച്ചർ ആയിട്ടുള്ള ഇൻകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇൻകം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക കേട്ടോ, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ ഒരു ക്രെഡിറ്റ് സൈഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇൻകം കൂടിയെന്നല്ലേ. ഇൻകം സൈഡ് കൂടി എന്താണ്? ഇൻകം സൈഡ് എത്രത്തോളം കൂടുവോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റും കൂടും അല്ലേ. ഇൻകം എത്രത്തോളം കൂടുവോ അത്രത്തോളം നമുക്ക് എന്താണ്? പ്രോഫിറ്റ് കൂടി. ഇൻകവും പ്രോഫിറ്റും തമ്മിൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാരാണ്. ഇൻകം എത്രത്തോളം കൂടുന്നു അത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. സോ ഹിയർ റവന്യൂ റിസീവ്സ് ഇൻക്രീസസ് പ്രോഫിറ്റ്സ് ആൻഡ് ഫണ്ട്. ക്യാപിറ്റൽ അങ്ങനെയല്ല, ഫണ്ട് കിട്ടും പക്ഷെ പണി പിന്നീട് പുറകെ നിന്ന് വരും എന്ന് പറഞ്ഞ പോലെയാണ് ക്യാപിറ്റൽ റിസീപ്റ്റ് കേട്ടോ. സോ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, റവന്യൂ റിസീപ്റ്റ്സ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു, ബിസിനസ് കൺസേൺ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളും പഠിച്ചു, നോൺ ട്രേഡിംഗ് കൺസേണിൽ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ നോക്കി. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്ത എന്താണ്? രണ്ടായിട്ടല്ലേ പഠിച്ചുള്ളൂ നമ്മൾ. ക്യാപിറ്റൽ റവന്യൂവിലും റിസീപ്റ്റ്സിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ പഠിച്ചുള്ളൂ. ഇത് നമ്മൾ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നോക്കാം. An expenditure which is used to increase the earning of a business is known as capital expenditure. Capital expenditure എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു ബിസിനസിന്റെ ഏർണിങ്സ് അല്ലെങ്കിൽ നമ്മളൊരു ഒരു ലോങ് ടൈം ബേസിൽ ഒരു ബെനിഫിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി മുതൽ മുടക്കുന്ന എന്താണ് എക്സ്പെൻസിനെ നമുക്ക് അല്ലെങ്കിൽ തുകയെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഇനിയും വേറെ രീതിയിൽ നമുക്ക് പറയാം, ഒരു ലോങ് ടൈം അസറ്റ്, ഒരു ബിസിനസ് കൺസേൺ, ഒരു ഓർഗനൈസേഷൻ ഒരു ലോങ് ടൈം അസറ്റ് അക്യൂർ ചെയ്യാൻ ചിലവാക്കുന്നതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിച്ചത്? ഞാൻ ആ അസറ്റ് ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ് അല്ലെ, ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ആ ഒരു അസറ്റ് കൊണ്ട് എന്താണ് എൻ്റെ ബിസിനസിന്റെ ഏർണിങ്സ് എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. എക്സ്പെൻഡിച്ചർ എൻകോഡ് ഫോർ ഗെറ്റിംഗ് ലോങ് ടൈം ബെനിഫിറ്റ് അല്ലേ, ശരിയല്ലേ? ഒരു ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വാങ്ങുന്നത്, ഉറപ്പായിട്ടും. നോൺ റെക്കറിംഗ് നേച്ചർ, ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഐറ്റംസ് ആണോ, വെദർ ഇറ്റ് ഈസ് അത് റിസീപ്റ്റ് ആയിക്കോട്ടെ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, സ്വഭാവം എന്താണ്? നോൺ റെക്കറിംഗ് ആണ്. അതിങ്ങനെ റെക്കറിംഗ് റിപ്പീറ്റഡ് ബേസിൽ വരുന്നതല്ല. നമ്മൾ അസറ്റുകൾ എങ്ങനെയാണ്, നമ്മൾ അസറ്റ് ലാൻഡും ബിൽഡിങ്ങും ഒക്കെ നമ്മൾ എപ്പോഴും വാങ്ങിക്കുമോ? അത്രയും നിങ്ങൾ ഓർത്താൽ മതി. എക്സാമ്പിൾ, amount spent on construction, acquisition, purchase of fixed asset, amount spent on installation of asset or bringing into the working condition. So ഇവിടെ ഈ രണ്ട് പോയിന്റും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇവിടെ നമുക്ക് നമുക്കൊരു പർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു അസറ്റ് മേടിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് ഒരു അസറ്റ് അല്ലാതെയുള്ള ലാൻഡ് അക്യൂർ ചെയ്യാനോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മളിന്ന് ചിലവാക്കിയാൽ, ഈ തുക ഞാൻ ചിലവാക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷം തന്നെ എനിക്കത് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ വർഷം അതിൻ്റെ ബെനിഫിറ്റ് അവിടെ നിലനിൽക്കും അല്ലേ. ആ എക്സ്പെൻഡിച്ചർ ഞാനവിടെ മുതൽ മുടക്കിയെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? വരും വർഷങ്ങളിൽ എനിക്കത് എന്ത് ചെയ്യും? അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. റവന്യൂ അങ്ങനെയല്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഈ വർഷം ഞാൻ ചിലവാക്കിയതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷം തന്നെ അത് എന്ത് ചെയ്യും? എനിക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. Then amount spent on installation of asset or bringing into the working condition. ഇതിന്റെ ഈ ഒരു പോയിന്റിന്റെ ഇടയിൽ നമ്മളെ കൊടുക്കാനുള്ളൊരു ചോദ്യങ്ങളുണ്ട് കേട്ടോ. എന്താണ് ഇവിടെ പറയുന്നത്? എമൗണ്ട് സ്പെൻഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഓഫ് അസറ്റ് ഓർ ബ്രിങ്ങിങ് ഇൻ ടു ദ വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യമാണ്, ഞാനൊരു അസറ്റ് മേടിച്ചു, ആ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 10,000 റുപ്പീസ് ആണ്. അസറ്റിന്റെ വാല്യൂ എത്രയാണ്? 10,000 റുപ്പീസ് ആണ്. അത് ഞാൻ വണ്ടി പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നതിന് എനിക്കൊരു 1000 രൂപയായി. എനിക്ക് ഒരു 1000 രൂപയായി. അതെന്ത് ചെയ്തത്? കൊണ്ടുവന്നു, അത് ഇൻസ്റ്റാൾ ചെയ്ത് അയാളതെല്ലാം എടുത്തത് ക്ലിയർ ചെയ്ത് വയ്ക്കാൻ മൊത്തത്തിൽ എനിക്കൊരു 1000 രൂപയും കൂടെ ആയി. അപ്പോൾ ഒരാൾ എന്നോട് ഒന്ന് ചോദിക്കുവാണ്, പുതിയ അസറ്റൊക്കെ മേടിച്ചല്ലോ, എത്ര രൂപയാണ് നിങ്ങളുടെ ഈ അസറ്റ് വാങ്ങിയതിൻ്റെ ചിലവ് എത്ര രൂപയാണ് എന്ന് പറയുവാണ്.
അപ്പോൾ അയാൾ പറഞ്ഞു ഇത് വാങ്ങിയത് എന്താണ്? 10,000 രൂപയായി, ഇത് വാങ്ങാനുള്ള ചിലവ് എനിക്ക് എത്രയാണ്? 10,000 രൂപയായി. അപ്പോൾ അയാൾ ചോദിക്കും 10,000 രൂപയായുള്ളൂ, അത്രേ ആയുള്ളൂ, കൊണ്ടുവരാനുള്ള ചിലവൊന്നും ആയില്ലേ എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ്? ഒരു അസറ്റ് അതിൻ്റെ ഫുൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ 10,000 എന്ന് പറയുന്നത് മാത്രമല്ല എൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ ഒരു അസറ്റ് വാങ്ങി, ഞാനൊരു പുതിയൊരു അസറ്റ് വാങ്ങി, ആ അസറ്റ് എന്താണ്, എവിടെയാണോ എൻ്റെ ഓർഗനൈസേഷനിൽ എത്തിച്ച് അതിനൊരു വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള സകലമായ എക്സ്പെൻസുകളും എന്താണ്, ആ അസറ്റിനോടൊപ്പം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ശരിക്കും എൻ്റെ ഇവിടുത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? തെറ്റിപ്പോയോ? 11,000 ആണ് അല്ലേ? എൻ്റെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 11,000 ആണ് എൻ്റെ ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലേ? 10,000 എത്രയാണ്? 10,000 എനിക്ക് അസറ്റ് വാങ്ങിയതായി. ഞാൻ 1,000 കൂടെ എനിക്കത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലാക്കുന്നതിന് എനിക്കൊരു 1,000 കൂടെ ആയി. അപ്പോൾ എനിക്ക് എന്താണ്? 11,000 ആണ് എനിക്ക് അവിടുത്തെ ആ അസറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട എൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 11,000 ആണ്. ഇതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എമൗണ്ട് സ്പെൻഡ് ഓൺ ഇൻസ്റ്റലേഷൻ ഓഫ് അസറ്റ് ഓർ ബ്രിങ്ങിങ് ഇൻ ടു ദ വർക്കിംഗ് കണ്ടീഷൻ. ഇതും എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഇതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, മാറിപ്പോവരുത്. ഈ പറയുന്ന അത് ഒരു പുതിയൊരു അസറ്റ് മേടിച്ച് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തത് വർക്കിംഗ് ആക്കുന്നത് വരെയുള്ള എക്സ്പെൻഡിച്ചർ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ എക്സ്പെൻസിനോടൊപ്പം വേണം അത് ആഡ് ചെയ്യാൻ. നോൺ ട്രേഡിംഗ് കൺസേണിലോട്ട് വരാം. സോ ഹിയർ നമുക്ക് വരുന്ന എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിച്ചു അല്ലേ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ നേരത്തെ ഇവിടെ ഫേർണിച്ചർ, ഫിറ്റിംഗ്സ്, പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞത് ഒരു സ്പെസിഫിക് ഡൊണേഷൻസിന് വേണ്ടി നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ എന്താണ് ആ സ്പെസിഫിക് ഡൊണേഷന്റെ കേസിൽ ആ ഒരു ഡൊണേഷൻ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അവിടെ ഒരു കൺഫ്യൂഷൻ വരല്ലേ, അവിടെയും ഇവിടെ ഒരേ പോയിന്റ് ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരല്ലേ. ഇത് ഡൊണേഷന്റെ കീഴിൽ പറഞ്ഞതാണ്, ആ ഡൊണേഷൻ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് കേട്ടോ. സോ എക്സാമ്പിൾ ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്പെൻസ് ആവും, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകൾ നമുക്ക് കൊണ്ടുവരുന്നതിന് എക്സ്പെൻസ് ആവും, അതുപോലെ തന്നെ ഫർണിച്ചറുകൾ വാങ്ങിക്കണം, ഫിറ്റിംഗ്സുകൾ, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ മേടിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ജനറൽ നേച്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫിക്സഡ് അസറ്റുകളാണ് അല്ലേ? ഒരു ഫിക്സഡ് അസറ്റുകൾക്ക് മേൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ അത് എന്താണെന്ന് പറയാം, നമുക്ക് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാം. ഫിക്സഡ് അസറ്റിന്റെ സ്വഭാവം എന്താണ്? ആ ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ വാങ്ങുന്നത് അല്ലേ? അപ്പം ഒരു മാച്ചായില്ലേ പറയുന്ന അല്ലേ? നമുക്ക് എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്? ആ ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഫിക്സഡ് അസറ്റിന് മേൽ നമുക്ക് എന്താണ് മുതൽ മുടക്കുന്ന എന്താണ് എമൗണ്ടിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് പെവിലിയൻ ഓർ ഇൻഫ്രാസ്ട്രക്ചർ, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിനകത്ത് പറയാം. ലൈബ്രറി ബുക്സ്, ഈ ലൈബ്രറി ബുക്സ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. ലൈബ്രറി ബുക്സ് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലൈബ്രറി ബുക്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മാഗസീനും ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ വാങ്ങുന്ന ഐറ്റങ്ങളാണ് അല്ലേ? അതൊരു റവന്യൂ ഐറ്റം അല്ലേ? പക്ഷെ ലൈബ്രറി ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ടൈം അല്ലേ നമ്മളത് വാങ്ങി എന്ത് ചെയ്യുവാണ്? അതൊരു ലൈബ്രറി സെറ്റ് ചെയ്ത് വെക്കുവാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണ് ഈ ലൈബ്രറി ബുക്സ് എന്ന് പറയുന്നത് അതൊരു എമൗണ്ട് നമ്മൾ എന്താണ് ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ അതൊരു നമ്മളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈബ്രറി ബുക്സ് ഒന്നും മറക്കരുത്. എക്സ്പെൻഡിച്ചർ ഓൺ അക്വയറിംഗ് ബുക്സ് ഫോർ എ ലൈബ്രറി കേട്ടോ. ലൈബ്രറി ബുക്സ് എന്താണ്? ലൈബ്രറി ബുക്സ് ഒരു റവന്യൂ റിസീപ്റ്റ് അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലൈബ്രറി ബുക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇംപ്രൂവ്മെന്റ് ഓർ റിനോവേഷൻ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു പുതിയ അസറ്റ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അതിനെ റിനോവേറ്റ് ചെയ്ത് റീബിൽഡ് ചെയ്യുന്നതിനോ ആവശ്യമായിട്ടുള്ളതും നമുക്ക് എന്തിൻ്റെ കീഴിൽ നമുക്ക് ഉൾപ്പെടുത്താം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കീഴിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്.
അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇംപ്രൂവ്മെന്റ് ഓർ റിനോവേഷൻസ്, എമൗണ്ട് സ്പെൻഡ് ഓൺ എൻഹാൻസിങ് എക്സിസ്റ്റിംഗ് അസറ്റ്സ് ലൈക്ക് ബിൽഡിംഗ് ഓർ അതർ ഫെസിലിറ്റീസ്. Next, specific donations utilized for capital purposes. Specific donations utilized for capital purposes. When specific donations are utilized to create or improve an asset. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡൊണേഷൻസിന്റെ കേസിൽ അവിടെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഈ ഡൊണേഷൻ സ്പെസിഫിക് ഡൊണേഷൻ കിട്ടുന്നത് അതെന്താണ്? അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. സ്പെസിഫിക് ഡൊണേഷൻസ് കിട്ടുന്നത് എന്താണ്? അതൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആണ്. ഈ കിട്ടുന്ന ഡൊണേഷൻ നമ്മൾ എന്ത് ചെയ്യും? അതൊരു അസറ്റ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്യാനോ നമ്മളത് യൂസ് ചെയ്യുവാണെങ്കിൽ അത് എന്തായിട്ട് മാറും? എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറും. ഒരു ഇൻകം കിട്ടുമ്പോൾ അത് റിസീപ്റ്റ് അല്ലേ, ഒരു എന്താണ് ലോങ് ടൈം പർപ്പസിലേക്ക് വേണ്ടി നമുക്കൊരു ഇൻകം കിട്ടുവാണെങ്കിൽ അത് റിസീപ്റ്റ്, അത് നമ്മളിവിടെ ചിലവാക്കുവാണെങ്കിൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറും അല്ലേ. സോ ഹിയർ ഈ സ്പെസിഫിക് ഡൊണേഷൻസിന്റെ കേസ് അതാ ഇവിടെ പറയുന്നത്. സ്പെസിഫിക് ഡൊണേഷൻസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ ക്യാപിറ്റൽ പർപ്പസ്. സ്പെസിഫിക് ഡൊണേഷൻസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അസറ്റുകൾ മേടിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് മേടിക്കാം, ഡേ ടു ഡേ എക്സ്പെൻസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഫുഡിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസ് എന്നേ പറയുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഒരു പർപ്പസ്, സ്പെസിഫിക് പർപ്പസ് അത് റവന്യൂ ബേസിലുള്ള അല്ലെങ്കിൽ റെക്കറിങ് നേച്ചറായിട്ടുള്ളതാണ് എങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റിസീപ്റ്റ് നമ്മളിതൊരു ക്യാപിറ്റൽ പർപ്പസിലോട്ടാണ് എങ്കിൽ ഈ ഡൊണേഷൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കിയതുപോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. സ്പെസിഫിക് ഡൊണേഷൻസ് നമ്മളത് ക്യാപിറ്റൽ പർപ്പസിലോട്ട് ഇടുവാണെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി മാറും. സ്പെസിഫിക് ഡൊണേഷൻസ് വാങ്ങിച്ചിട്ട് നമ്മളത് റവന്യൂ എക്സ്പെൻസിലോട്ട് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ റവന്യൂ ഐറ്റംസിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആവും. അത്രയേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടൈം ഫണ്ട്സ്. നമ്മൾ ലോങ് ടൈം ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ചിലപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ എൻഡോൾമെന്റ് ഫണ്ടുകളിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അത്തരത്തിലുള്ളത് നമുക്ക് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് എൻഡോമെന്റ് ഫണ്ടിന്റെ കേസ് അവിടെ ഒരു ക്യാപിറ്റൽ റിസീപ്റ്റിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്യണം കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ, ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടൈം ഫണ്ട്സ് നമുക്ക് എന്താണ്? നമുക്കൊരു ലോങ് ടൈം ബേസിൽ നമുക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? പിന്നീട് നമുക്ക് അതിൽ നിന്നൊക്കെ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ. നമുക്കതൊരു ഒരു റവന്യൂ നമുക്കത് പിന്നീട് അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കത് എന്താണ്? ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, ഞാനിത് എടുത്ത് പറയുന്നത് നമ്മളിത് ഓരോ ക്ലാരിഫൈ ചെയ്ത് പോയാലേ നമുക്ക് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആകത്തുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഇതിങ്ങനെ ഓരോ ലൂപ്പ് ഹോൾസും പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് പഠിച്ചു, റവന്യൂ റിസീപ്റ്റ്സ് പഠിച്ചു. അടുത്തെന്താണ്? നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പഠിച്ചു. അടുത്തെന്താ പഠിക്കാൻ പോകുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ തന്നെ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. എന്താണ് ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ റണ്ണിങ് ബിസിനസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ആർ നോൺ ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മളൊരു നോർമൽ റൊട്ടീൻ ഓഫ് കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ, നമുക്ക് ഡേ ടു ഡേ നമുക്ക് ആവശ്യങ്ങൾക്ക് കാശ് വേണ്ടേ, അതെന്താണ്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. They are recurring in nature ആണ്. These are the expenses whose benefits expire within 1 year of expenditure. These are expenses whose benefit expires. അപ്പോൾ ഈ പറയുന്ന നമ്മൾ എന്തും എക്സ്പെൻസുകൾ നമ്മൾ മുടക്കുന്നത് എന്തിനാണ്? ഒരു റവന്യൂ ഓൺ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ അവിടെ മുതൽ മുടക്കുന്നത്. സോ എന്താ പറയുന്നത്? സോ ഹിയർ ദീസ് ആർ എക്സ്പെൻസ് ഹൂസ് ബെനിഫിറ്റ്സ് എക്സ്പയർസ്. ഒരു 1 ഇയറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഞാനൊരു എക്സ്പെൻഡിച്ചർ മുടക്കി വിത്തിൻ 1 ഇയറിൽ തന്നെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അങ്ങനെയല്ല. ഞാനൊരു പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ ഞാനിവിടെ മുടക്കിയെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് വരുന്ന വർഷങ്ങളിൽ, ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലായിരിക്കും എനിക്കത് കിട്ടുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മേജർ വ്യത്യാസം. സോ ദീസ് ആർ ദ എക്സ്പെൻസസ് ഹൂസ് ബെനിഫിറ്റ് എക്സ്പയർസ് വിത്തിൻ 1 ഇയർ ഓഫ് എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ എന്തൊക്കെയാ? കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, വേജസ്,
administrative expense such as salary, rent, etc. Selling and distribution expense such as commission, advertising, etc. അല്ലേ? ഇപ്പം ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റവന്യൂ എക്സ്പെൻഡിച്ചറുകളെല്ലാം എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും ഇവിടെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും എല്ലാം ഇവിടെ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, വേജസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സാലറീസ്, റെന്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ, ഇതെല്ലാം എന്താണ്, അത് ട്രേഡിംഗ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലും അത് റെക്കറിംഗ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ എൻഗേജ് ചെയ്ത് പോകുന്നതാണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോൺ ട്രേഡിംഗ് കൺസേൺസിന്റെ ബേസിൽ നമുക്ക് എന്തൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത്? സാലറീസ് ആൻഡ് വേജസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി. റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്ലേസ് എവിടെയാണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസുകളാണ്, റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. എന്തൊക്കെയാണെന്നൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. സാലറി, വേജസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഇത് നിങ്ങളൊന്ന് ഓർത്തോണേ. ഇവിടെ നമ്മൾ ഇതുമായിട്ട് ബേസ് ചെയ്തൊരു ചോദ്യങ്ങൾ വരാം. ഒരു അസറ്റ് ആദ്യമായി വാങ്ങി അത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കുന്ന എക്സ്പെൻസിനെ ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിച്ചു. പക്ഷേ ഈ പറയുന്ന അസറ്റുകൾക്ക് തന്നെ റീപെയറും മെയിൻ്റനൻസും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? റിപ്പയർ ചെയ്യാനും മെയിൻ്റനൻസ് ഒക്കെ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള എക്സ്പെൻസുകളും ചാർജസുകളും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? സോ അത് നമുക്ക് എന്താണ്? അത് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. So, repairs and maintenance expenses for maintaining building, equipments and other fixed assets. ബിൽഡിങ്ങോ എക്യുപ്മെന്റ്സുകളോ അതർ ഫിക്സഡ് അസറ്റുകളോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ റിപ്പയറിംഗ് ചാർജസുകളും മെയിൻറ്റെയിനിങ് ചാർജസുകളും ഉണ്ടാവും. അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ? ഒരു അസറ്റ് വാങ്ങി അത് വർക്കിംഗ് കണ്ടീഷനിൽ, ഒരു പുതിയൊരു അസറ്റ് വാങ്ങി അത് കൊണ്ടുവന്ന് ഓർഗനൈസേഷനിൽ എത്തിച്ച് അത് വർക്കിംഗ് കണ്ടീഷനിൽ വരെ ആക്കുന്നത് വരെയുള്ള എക്സ്പെൻസിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടുത്തുന്നു. അതിങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു നോർമൽ ഡേ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ. അതിന് വരുന്ന മെയിൻ്റനൻസും റിപ്പയർ ചാർജസും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നു. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണത് കേട്ടോ. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ അല്ലെ? ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, റെന്റ് ആൻഡ് റേറ്റ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ് കാണും. ദെൻ ഹോണറേറിയം, ഇതൊരു വെറൈറ്റി പേരാണ്. നോൺ ട്രേഡിംഗ് കൺസേൺസിലല്ലേ, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്തൊരു കൺസേണിൽ നമുക്ക് ഈ ഹോണറേറിയം എന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹോണറേറിയം എന്ന് പറയുന്നത് ശരിക്കും പേയ്മെന്റ്, നമുക്കിപ്പോൾ എന്താണ്, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുവാണ്, നമ്മൾ അതിന് പകരമായിട്ട് അയാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്, ഹോണറേറിയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. സോ ഹോണറേറിയം പേയ്മെന്റ് മെയ്ഡ് ടു ഗസ്റ്റ് സ്പീക്കേഴ്സ്. നമ്മൾ വെളിയിൽ നിന്ന് ആൾക്കാരെയൊക്കെ എന്താണ് വിളിക്കത്തില്ലേ, സ്പീച്ച് നടത്താനും സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാനും അല്ലെ, മോട്ടിവേഷണൽ ഇതിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് എമിനന്റ് പേഴ്സൺസിനെ ഇൻവൈറ്റ് ചെയ്യാറില്ലേ. സോ അവർക്ക് കൊടുക്കുന്ന സർവീസിന് നമുക്ക് എന്താണ്, സാലറി എന്നോ വേജസ് എന്നോ ഒന്നും നമുക്ക് ടേം ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സർവീസിന് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, ഹോണറേറിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പേയ്മെന്റ് മെയ്ഡ് ടു ഗസ്റ്റ് സ്പീക്കേഴ്സ്, പ്രൊഫഷണൽ ഓർ എക്സ്പേർട്ട് ഫോർ സർവീസ് റെൻഡേർഡ്. അത് നമ്മുടെ നോൺ ട്രേഡിംഗ് കൺസേണിന്റെ പെക്യുലാരിറ്റി ആണ് ഈ ഹോണറേറിയം എന്ന് പറയുന്നത്. പ്രൊസീഡ്സ് ആർ സ്പെൻഡ് ഓൺ എന്റർടൈൻമെന്റ് ഓർ കൾച്ചറൽ ഇവന്റ്സ്. നമുക്ക് ഈ എന്റർടൈൻമെന്റ് കൾച്ചറൽ ഇവന്റ്സിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ പരിപാടി അവതരിപ്പിച്ച് കാശ് ഇങ്ങോട്ടും കിട്ടാറുണ്ട്. നമുക്ക് അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറേ എമൗണ്ട് നമ്മൾ അങ്ങോട്ട് അതിനു വേണ്ടി ചിലവാക്കാറുമുണ്ട് ഇല്ലേ. ഒരു എന്റർടൈൻമെന്റ് എക്സ്പെൻസിനൊക്കെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നു, നമുക്ക് ഇങ്ങോട്ട് ഇൻകം കിട്ടുന്നു. അതുപോലെ തന്നെ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഫെസിലിറ്റീസുകൾ ഒരുക്കുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകും അല്ലേ. അതെന്താണ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് കേട്ടോ, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. Then
ഓഡിറ്റ് ഫീസ് ആൻഡ് ലീഗൽ എക്സ്പെൻസസ്. ഓഡിറ്റ് ഫീയും ഈ ലീഗൽ എക്സ്പെൻസസും ഒക്കെ നമുക്ക് എന്താണ്, അത് നമുക്ക് ഇങ്ങനെ വരുന്ന ഐറ്റങ്ങളാണ്. ഓഡിറ്റ് ഫീ ഒക്കെ എല്ലാ വർഷവും നമ്മൾ ഓഡിറ്റ് നടത്തും. മേ ബി അതിപ്പോൾ ഇന്റീരിയം ഓഡിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 6 months ബേസിലായിക്കോട്ടെ, അല്ലെങ്കിൽ 1 year ബേസിലായിക്കോട്ടെ, നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻസുകളാണ് ഇതെല്ലാം. സോ അത് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിലെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ഒരു ഐറ്റങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന നോൺ ട്രേഡിംഗ് കൺസേൺസിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിക്കോണേ. അതായത് ഇതിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, സ്പെസിഫിക് ഡൊണേഷൻസ്. ഈ സ്പെസിഫിക് ഡൊണേഷൻസ് പഠിച്ചാൽ മതി. ഈ സ്പെസിഫിക് ഡൊണേഷൻസിൻ്റെ പർപ്പസ് ആണ് ഞാനിവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ തന്നെ എൻഡോമെന്റ് ഫണ്ടിന്റെ കേസ് ഞാൻ പറയാം കേട്ടോ. റവന്യൂ റിസീപ്റ്റ്സുകൾ എന്തൊക്കെയാണ്? റവന്യൂ റിസീപ്റ്റ്സുകൾ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡൊണേഷൻസുകളുണ്ട്, എൻട്രൻസ് ഫീ, അതുപോലെ എന്റർടൈൻമെന്റ് ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നത്, റെന്റിൽ നിന്ന് നമ്മൾ പീരിയോഡിക്കൽ പബ്ലിക്കേഷൻസുകൾ നമ്മൾ വിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ഡെയിലി ഓപ്പറേഷൻസിന് നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ്, ഡെയിലി ഓപ്പറേഷൻസിന്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റൽ റിസീപ്റ്റുകളും റവന്യൂ റിസീപ്റ്റുകളും. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഏതൊക്കെ ഓർത്തോളുക. ലോങ് ടൈം യൂസിന്, ഫിക്സഡ് അസറ്റിന് എന്നുള്ളത് കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ദെൻ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് സ്പെസിഫിക് ഡൊണേഷൻസ്, അതുപോലെ തന്നെ ലൈബ്രറി ബുക്സ്, അത് എന്താണെന്ന് ചോദിക്കാം. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ എന്തൊക്കെയാണ് നമുക്ക് നോർമലി ഉള്ള, അപ്പോൾ അത് ഓർക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ വരുന്ന ഡെബിറ്റ് ചെയ്യുന്ന എന്താണ് എക്സ്പെൻസുകൾ ഓർത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ ഓർത്തോളുക. ഇവിടെയും നമുക്ക് ഈ ഹോണറേറിയം എന്ന് പറയുന്ന ഐറ്റംസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇതൊക്കെ നമുക്ക് ഇവിടെ ഇതിൻ്റെ മാത്രമുള്ള പോയിന്റുകളാണ്. സോ ഇനി എന്താണ് ക്യാപിറ്റലും എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ പഠിച്ചതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഒരു ബിൽഡിങ്ങിനാവാം, ലാൻഡിനാവാം, ഒരു ഫിക്സഡ് അസറ്റിനാവാം, ഒരു ലോങ് ടൈം പർപ്പസിനാവാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് നമ്മൾ മുതൽ മുടക്കും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്യാനാണ്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെൽപ്സ് ടു സെറ്റ് അപ്പ് ഡെവലപ്പ് ദ ബിസിനസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കൺസേണിനെ എന്ത് ചെയ്യാനാണ്, ഡെവലപ്മെന്റിൽ എത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അസറ്റുകൾ മേടിക്കുക, ബിൽഡിങ്ങുകൾ മേടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെൽപ്സ് ടു റൺ എ ബിസിനസ്. നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ വേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വലിയ വീടും കാറും സ്വത്തുകളും മീൻസ് പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ എത്രയും പ്രോപ്പർട്ടികളും സ്വത്തുക്കളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ ദൈനംദിന ഡേ ടു ഡേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ, അല്ലേ? അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പം ബിൽഡിങ്ങും കാറും ഒക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ മുടക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും, നമുക്ക് ദൈനംദിനം നമ്മുടെ ഫുഡിനും കാര്യങ്ങൾക്കും ഉള്ള നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേണ്ടത് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറുമാണ്. അത്രയേ ഉള്ളൂ. Then capital expenditure is shown asset in the ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയാ, നമുക്ക് എന്താണ് നമ്മളെ മുടക്കി മേടിച്ച അസറ്റുകളെല്ലാം എവിടെയാ കാണുക, ബാലൻസ് ഷീറ്റിലാണ് കാണുക, അല്ലെ? നമ്മൾ കാശ് മുടക്കി മേടിച്ച അസറ്റുകൾ കാണണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം, ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ മതി. ദെൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ദെൻ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലോട്ട് നമ്മൾ എഴുതത്തുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെൽപ്സ് ടു അക്വയർ എ ന്യൂ അസറ്റ്. ഓഫ് കോഴ്സ് അതാണല്ലോ നമ്മൾ പഠിച്ചത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, അല്ലേ? ആ അസറ്റിനെ വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെ ഒരു യൂട്ടിലിറ്റി മനസ്സിലാക്കി അത് ഡേ ടു ഡേ ബിസിനസ്സിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് പോകുന്നത് ആരാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അല്ലേ? അതിൻ്റെ ബേസ് ചെയ്തുള്ള മെയിൻ്റനൻസും റിപ്പയറിങ് ചാർജസും ഒക്കെ എവിടെയാണ് പോകുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ത്രൂ ആണ്, വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ത്രൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിംഗ് നേച്ചർ.
നമ്മൾ വീണ്ടും പോയിന്റ് പഠിച്ച് ബോറായി പോകും അല്ലേ, എടുത്ത് പഠിച്ചതാ, നമ്മൾ മറക്കത്തേ ഇല്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിങ്ങും അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിങ്ങും ആണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കേട്ടോ. അപ്പോൾ നമ്മൾ റിസീപ്റ്റുകളും എക്സ്പെൻഡിച്ചറുകളും നമ്മൾ ആ നാല് കാറ്റഗറി നമ്മൾ കൃത്യമായി പഠിച്ചു. അതിൽ നമുക്ക് എന്താണ് ഈ എക്സ്പെൻഡിച്ചറിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ തന്നെ ഒരു വകഭേദമാണ് എന്ത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. Deferred revenue expenditure എന്ന് പറയുന്നത് the expenditure primarily of revenue nature, but the benefit not exhausted the year in which it is incurred are known as deferred revenue expenditure. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അതല്ല, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മാറിപ്പോയില്ല. ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്ഷനായിട്ടല്ല നമ്മൾ പഠിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു സബായിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വേർഷൻ, അതൊരു പുതിയൊരു വേർഷനാണ് എന്ത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലേ, പേരിൽ തന്നെ ഉണ്ടല്ലോ. Such expenditure is not charged to revenue in the year in which they are incurred, but a part of its return of every year, and the balance is capitalized and is shown in balance sheet. ഇത്രയേ ഉള്ളൂ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ. നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ നമ്മളിവിടെ മുടക്കി, ഒരു എമൗണ്ട് മുടക്കി, അതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് ഈ വർഷം തന്നെ കിട്ടി, ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷേ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഒരു റവന്യൂ നേച്ചറാണെന്ന് നമുക്ക് പറയാം, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷം കിട്ടൂല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കിക്കേ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഇവിടെ ഉണ്ട്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ പറയുന്നു ഞാൻ ഈ വർഷം എത്ര രൂപ മുടക്കി, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് ഈ വർഷം തന്നെ കിട്ടി, ഞാൻ ഹാപ്പിയാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ഞാൻ ഈ വർഷം ആ ഒരു പെർട്ടിക്കുലർ റവന്യൂ ബേസിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ അവിടെ നടത്തിയെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് വരുന്ന വർഷങ്ങളിലെ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുകയുള്ളൂ. ഐറ്റം റവന്യൂ ആണ്, പക്ഷേ എന്താണ് അത്, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് എപ്പോഴേ കിട്ടത്തുള്ളൂ, വരുന്ന വർഷങ്ങളിലേ കിട്ടത്തുള്ളൂ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ് മുടക്കി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകളെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അത് ഈ വർഷമാണ് ആ എക്സ്പെൻസുകൾ മുതൽ മുടക്കിയതെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണ്, നമ്മളിത് റവന്യൂവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് പഠിക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണ്, വരുന്ന വർഷങ്ങളിലേ കിട്ടുള്ളൂ. നമ്മൾ ഈ വർഷം റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ബിസിനസ് അത് അപ്ലൈ ചെയ്ത് പ്രോഫിറ്റാക്കി അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആ ബിസിനസ് എൻജോയ് ചെയ്യുന്നത് മേ ബി ഒരു 2 years കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഒരു 2 years കഴിഞ്ഞിട്ടായിരിക്കും ബിസിനസ് അത് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത്. ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ, മുമ്പേ നടത്തിയ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും, പക്ഷെ അത് പിന്നീട് അത് ക്ലിക്കായി, അത് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട് പിന്നീട് കൂടുതൽ കസ്റ്റമേഴ്സ് അട്രാക്റ്റായി ആ ബിസിനസ് വളരുന്ന കേസുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. ദാറ്റ് മീൻസ് ഒരു എക്സ്പെൻസ് അവിടെ എൻകോർഡായി, പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ പോലെ ആ വർഷം തന്നെ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഒരു കുറഞ്ഞതൊരു 2 വർഷങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺസ് ഇൻകോർഡ് കനോട്ട് ബി റിക്കവേർഡ് ബാക്ക്. നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ ക്യാപിറ്റൽ ഐറ്റംസ് പോലെ നമുക്ക് റിക്കവർ ചെയ്തൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്താണ്, ഓൺസ് നമുക്കത് പോയാൽ അതെന്താണ്, നമുക്കത് റിട്ടേൺ ബാക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. പിന്നീട് നമുക്കത് ഭാവിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും ആ എമൗണ്ട് ഒരിക്കലും നമുക്ക് എന്താണ്, ആ എമൗണ്ട് നമുക്ക് റിട്ടേൺ ബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് ലെസർ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ കമ്പാരിസൺ ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് ഈസ് ലെസർ നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ അത്രത്തോളം ഒരു ലെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. നമുക്ക് എന്താണ്, വരും കമ്മിങ് ഇയേഴ്സിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക. ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഇപ്പോഴാണ് അത് മുതൽ മുടക്കുന്നതെങ്കിലും, മീൻസ് എക്സ്പെൻസ് അവിടെ കൊടുക്കുന്നതെങ്കിലും വരുന്ന ഇയേഴ്സിലായിരിക്കും നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഡെഫേർഡ് റവന്യൂവിൻ്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയൊക്കെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്
അപ്പോൾ അതിൻ്റെ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും കേട്ടോ. അത് ഇത്ര എല്ലാം ഒരേ ഇയർ അല്ലെങ്കിൽ 1 to 2 ഇയർ നമുക്ക് ഒരു കറക്റ്റായിട്ടൊരു ഇയർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതൊക്കെ എന്താണ്? നമുക്ക് അങ്ങനെ നമ്മൾ ഷെയർസ് നമ്മൾ ഡിസ്കൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് പിന്നീടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇതങ്ങനെ റെയറായിട്ടേ ഉള്ളൂ. ഇത് രണ്ടുമാണ് നമുക്ക് എപ്പോഴും ചോദിക്കുക. ഹെവി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്. നമുക്ക് തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് നമുക്കുണ്ടായ എക്സ്പെൻസസുകൾ, പ്രിലിമിനറി എക്സ്പെൻസസുകൾ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസുകൾ, ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻസസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. സോ അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചറും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി അല്ലേ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, അത് ക്യാപിറ്റൽ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളത് തിരിച്ചറിയുക. നമുക്ക് കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇവിടെ നോക്കിക്കേ. ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ് ഓൺ ദ ന്യൂ മിഷൻ ₹150, എറക്ഷൻ ചാർജസ് ₹200. ഇവിടെ എന്താ പറയുന്നത്, ഒരു പുതിയ മെഷീൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ്? ഫ്രൈറ്റ് ആൻഡ് കാർട്ടേജ് 150, അതുപോലെ തന്നെ എറക്ഷൻ ചാർജസ് 200. നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടേ, ഒരു അസറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം ഒരു പുതിയൊരു അസറ്റ് പുതുതായിട്ട് നമ്മൾ വാങ്ങുന്നു, അത് വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത് വരെയുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്താണ് ആ ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ എക്സ്പെൻസിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഇവിടുത്തെ സിനാരിയോയിൽ ഇങ്ങനെ പറയാം, ഇതെന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് തന്നെയാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു അസറ്റിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് എങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറും, ഒരു പുതിയൊരു അസറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? യെസ്, freight and cartage and erection charges ₹350 on new machine are capital expenditure since these expenditure are incurred up to the point the machine ready for use. അത് വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത് വരെയുള്ള സകല എക്സ്പെൻസുകൾ നമുക്കത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം, ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക് വാല്യൂ ₹1,500 were sold off at ₹600 and new features of the value ₹1,000 were acquired cartage on purchase ₹5. രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിക്കണേ. ഇവിടെ ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക് വാല്യൂ 1500 രൂപയ്ക്ക് ബുക്ക് വാല്യൂ ഉള്ളത് നമ്മൾ 600 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, വിറ്റു എന്നുള്ളതാണ്. നമ്മൾ എത്രയാണ് 600 രൂപയ്ക്ക് അത് നമ്മൾ വിറ്റു. അതുപോലെ തന്നെ നമ്മൾ ഒരു 1000 രൂപയ്ക്ക് പുതിയൊരു ഫീച്ചേഴ്സ് വാങ്ങി, അതിന് എന്താണ് ഒരു ₹5 കാർട്ടേജ് നമുക്ക് അവിടെ ചിലവായി. അപ്പോൾ ഒന്നിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുവാണ്. അപ്പം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എക്സ്പെൻഡിച്ചറിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫീച്ചേഴ്സ് ഓഫ് ദ ബുക്ക് വാല്യൂ 1500 വേർ സോൾഡ് ഓഫ് ₹600. 1500 രൂപ വാല്യൂ ഉള്ളതാണ്, പക്ഷെ നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു, 600 രൂപയ്ക്ക് വിറ്റു. സോ ഇത് ഫസ്റ്റ് ആക്ട് എന്താണ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ആദ്യത്തെ ആക്ട് എന്താണ്, ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു, 1500 ആണോ? അല്ല, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു, 600 രൂപയ്ക്ക് സെയിൽ ചെയ്തു. സോ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, ക്യാപിറ്റൽ. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്താണ്, നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് എടുക്കാം, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇനി ഇവിടെ വേറൊരു കേസ് എന്താണ്, ഈ സെയിൽ നടന്നപ്പോൾ നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ കിട്ടിയത്. നമുക്കൊരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിനും ലാഭത്തിനും വിൽക്കാമല്ലോ. ഇപ്പം 1000 രൂപയുടെ സാധനം 1200 രൂപയ്ക്ക് നമുക്ക് വിറ്റാൽ നമുക്ക് പറയാം 200 രൂപ സാധനം വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്ന് പറയാം. ഇനി അടുത്ത് 1000 രൂപ നമുക്കെന്താണ് വളരെ കുറച്ചാണ്, നമുക്കതിൻ്റെ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അത്രയും വളരെ വാല്യൂ കുറഞ്ഞാണ്, ഒരു 600 രൂപയ്ക്കാണ് അത് വിൽക്കാൻ സാധിച്ചതെങ്കിൽ എന്താണ്, നമുക്കവിടെ ആ അസറ്റ് വിറ്റതിൽ നഷ്ടമാണ്. സോ ഈ ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന നഷ്ടവും ലാഭവും എന്താണ്, അത് റവന്യൂ ഐറ്റംസ് ആണ്. ഒരു ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ നഷ്ടവും ലാഭവും വരുവാണെങ്കിൽ അത് എന്താണ്, അത് നമ്മൾ റവന്യൂ ഐറ്റംസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് അതിലിപ്പം നഷ്ടമാണെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യും, അതെന്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളതിനെ ഡെബിറ്റ് സൈഡിലും, അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ
ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കുക. ഞാനൊരു നോർമൽ കേസിലാണ് പറയുന്നത്, നോൺ ട്രേഡിംഗ് കൺസേണിലോട്ട് എത്തിയിട്ടില്ല. അല്ലാതെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് ലോസ് ആണ് കിട്ടിയെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ലോസ് നമ്മൾ ഡെബിറ്റിൽ എഴുതും. ഇനി നമുക്ക് ഇൻകം റിസീവ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇൻകം എല്ലാം എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രേഡിംഗ് കൺസേണിലാണെങ്കിൽ നമുക്ക് ഇൻകം ആണ് എങ്കിൽ അത് റവന്യൂ റിസീപ്റ്റും, നമുക്കത് ഇതാണെങ്കിൽ അത് എന്താണ് ലോസ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറുമായിട്ട് നമ്മൾ അങ്ങ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോസ് എത്രയാണ്? നമ്മുടെ ഈ പറയുന്ന ലോസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ എന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലേ? നമ്മൾ അസറ്റ് വിറ്റപ്പോൾ നമുക്ക് ലോസ് വന്നു. എത്ര വന്നു ലോസ്? ഒരു 900 വന്നു. ഈ 900 എന്താണ്? നമ്മൾ നേരത്തെ എന്താണ്? അതൊരു റവന്യൂ ഐറ്റം ആയിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി തീർന്നില്ല, ഈ ഒരു ഒറ്റ ട്രാൻസാക്ഷനിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത് എന്താ പറയുന്നേ? നമ്മളൊരു പുതിയൊരു മെഷീനറി വാങ്ങിച്ചു, 1000 rupeesന് 5 rupees കാർട്ടേജ് ഉൾപ്പെടെ ഞാനൊരു പുതിയ മെഷീനറി വാങ്ങിച്ചു എങ്കിൽ അത് എന്ത് എക്സ്പെൻഡിച്ചറാണ്? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഞാൻ എന്ത് ചെയ്യും? 1000ഉം 5ഉം 2ഉം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ അതിൻ്റെ പർച്ചേസ് എമൗണ്ട് അവിടെ, അസറ്റിൻ്റെ പർച്ചേസ് വാല്യൂ അവിടെ ഞാനവിടെ മാർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു ഒറ്റ രണ്ടാമത്തെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? നമുക്ക് ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടെ ആദ്യം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മളൊരു ക്യാപിറ്റൽ റിസീപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷെ അതിലെന്താണ് ഇവിടെ നമുക്ക് ലോസ് ഓഫ് അസറ്റ് എന്താണ്? നമുക്ക് അവിടെ ലോസ് സംഭവിച്ചു, അതൊരു റവന്യൂ ഐറ്റം ആണെന്നുള്ളത് മറന്നു പോകരുത്. ദെൻ അതിൽ തന്നെ നമ്മൾ പുതിയൊരു ഫീച്ചേഴ്സ് വാങ്ങി എന്ന് പറയുന്നു, അതിൻ്റെ റിലേറ്റീവ് എക്സ്പെൻസുകളും പറയുന്നു. അത് നമുക്ക് എന്താണ്? അത് നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമുക്കവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. ആ എക്സ്പെൻസ് 5 rupeesഉം അതിനോ ആ ഒരു പെർട്ടിക്കുലർ അസറ്റിനോടൊപ്പമാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എ സം ഓഫ് ₹100 was spent on painting the factory. ഫാക്ടറി പെയിന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു 100 rupees നമ്മൾ എടുത്തു. എന്ത് പറയുന്നു? എന്താണ്? എന്ത് എക്സ്പെൻസ് ആയിരിക്കും? പെയിന്റിംഗ് ചാർജസ് ₹1000 ആസ് മെയിൻ്റനൻസ് ചാർജസ്. ഓൾറെഡി നമ്മൾ എന്താണ്, നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നു? പെയിന്റ് അടിച്ച് എന്താണ്, ഒരു മെയിൻ്റനൻസ് അല്ലേ, ഒരു ബിൽഡിംഗ് മെയിൻ്റനൻസ് അല്ലേ പെയിന്റിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊരു ഒരു ഫാക്ടറിയുടെ ഗുഡ് കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മളൊരു മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് ഈ പെയിന്റിംഗ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ, ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കോസ്റ്റുകളെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ പറഞ്ഞു. സോ ഇത് ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് കണക്കാക്കുക. അടുത്ത ചോദ്യം, ₹515 സ്പെൻഡ് ഓൺ, ശരിക്കും 115 ആണ് കേട്ടോ, 115 spent on repairs before using a second hand car purchased recently to put it usable condition. ഒരു റിപ്പയർസ്, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുവാണ് കേട്ടോ, 150 രൂപ ഞാൻ എന്ത് ചെയ്തു? റിപ്പയർസ് ചാർജ് ആയിട്ട് മുടക്കി. ബിഫോർ യൂസിങ് എ സെക്കൻഡ് ഹാൻഡ് കാർ പർച്ചേസ് റീസെൻ്റ്ലി, ഞാൻ എന്താണ് ഈ ഇടയ്ക്ക് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചു. ഞാനത് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു എന്താണ് ഒരു 115 rupees കുറഞ്ഞു പോയി, 150 rupees കുഴപ്പമില്ല അല്ലേ, ഒരു 150 rupees ഞാൻ റീപെയർസിന് വേണ്ടി ചിലവാക്കി. അത് എന്ത് ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണ്? എന്ത് ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും? ₹15 ഹാസ് ബീൻ സ്പെൻഡ്. എനിക്ക് തോന്നുന്നു 5115 ആവാനാണ് ചാൻസ് കേട്ടോ, ഒരു പോയിന്റ് ഇല്ല കേട്ടോ, എന്നാലേ ഒരു കറക്റ്റ് ആവത്തുള്ളൂ. Has been spent on repairs is or to bring the asset in a usable condition, hence it is capital expenditure. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് 1500 150 എന്തോ ആയിക്കോട്ടെ, എമൗണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇട്ടോ. They spend repairs before using second hand car. ശ്രദ്ധിക്കണേ, ഞാൻ കാറ് മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ച് ഞാൻ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 10,000 രൂപയുടെ ചിലവും കൂടെ അതിൻ്റെ അകത്തുണ്ട്, കുറേ റിപ്പയറിങ് ചാർജസുകളും കൂടെ ഉണ്ട്. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇവിടെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നോർമലി ഒരു റിപ്പയറിങ് ചാർജ് എന്ന് പറയുവാണ്, അത് പുതിയ മെഷീനെന്നോ സെക്കൻഡ് ഹാൻഡ് മെഷീനെന്നോ ഒന്നും പറയുന്നില്ല. വെറും റിപ്പയർ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ നമ്മൾ വാങ്ങിയതല്ലേ ഉള്ളൂ, സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ പുതിയതായിക്കോട്ടെ, എന്തായാലും നമ്മളിപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നല്ലേ ഉള്ളൂ അല്ലേ, നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നല്ലേ ഉള്ളൂ. സോ വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് അത് സെക്കൻഡ് ഹാൻഡോ ഫ്രഷോ വാട്ടെവർ
അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് റവന്യൂ ആവോ എന്നൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് ആണോ ഫസ്റ്റ് ഹാൻഡ് ആണോ ഫ്രഷ് ആണോ ഒന്നും നോക്കണ്ട. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വാങ്ങുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്ത് അതിനൊരു യൂസബിൾ കണ്ടീഷനിലോട്ട് എത്തിക്കുന്നത് വരെയുള്ള എക്സ്പെൻസ് എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു ട്രൂ ഓർ ഫാൾസ് നോക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. നമുക്കിപ്പോൾ ഒരു ഐറ്റം തന്നിട്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നു, നമ്മൾ ക്ലാരിഫൈ ചെയ്യുക അത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ നമുക്ക് അറിയണ്ടേ? അറിയണം. നമുക്കൊന്ന് നോക്കിയാലോ. സോ ഹിയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓവറോൾ എക്സ്പെൻസ് ഓഫ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ അല്ലെ? എങ്ങനെയാണ്? ഓവറോൾ എക്സ്പെൻസ് ഓഫ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു മെഷീനറി ഞാൻ സെക്കൻഡ് ഹാൻഡ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയെന്നല്ലേ അർത്ഥം. ഞാൻ അത് യൂസ് ചെയ്യുന്നു എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പർച്ചേസ് ചെയ്തു, ന്യൂലി ഞാൻ പർച്ചേസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ ഫ്രഷ് ആയിക്കോട്ടെ അത് വാങ്ങിയ സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി അത്തരത്തിലുള്ള അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിൽ എത്തിക്കുന്നത് വരെയുള്ള എക്സ്പെൻസ് എന്ത് തന്നെയാണ്? ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ്. ഇത് തെറ്റാണ്, ഇത് ഫോൾസ് ആണ് അല്ലേ? പറയാൻ പറ്റത്തില്ല. അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. മണി സ്പെൻഡ് ടു റെഡ്യൂസ് വർക്കിംഗ് എക്സ്പെൻസീസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. മണി സ്പെൻഡ് ടു റെഡ്യൂസ് വർക്കിംഗ് എക്സ്പെൻസീസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതൊരു കൺഫ്യൂസിങ് ആണല്ലോ. മണി സ്പെൻഡ് നമ്മുടെ വർക്കിംഗ് എക്സ്പെൻസുകൾ കുറയ്ക്കാൻ വേണ്ടി ബിസിനസ്സിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനത്തെ കേസ് ആണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വർക്കിംഗ് എക്സ്പെൻസുകൾ റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഡേ ടു ഡേ എക്സ്പെൻസുകൾ കുറയ്ക്കുക എന്നുള്ളതല്ല പറഞ്ഞത്. എൻ്റെ വർക്കിംഗ് എക്സ്പെൻസുകൾ കുറയ്ക്കുക എന്ന് വെച്ചാൽ ഭാവിയിൽ എനിക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനൊരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി ചില റിനോവേഷനുകളും ചില ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചില മാറ്റങ്ങളും ഒക്കെ വരുത്തുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ വർക്കിംഗ് എക്സ്പെൻസുകൾ കുറയ്ക്കാന്ന് വെച്ചാൽ ഒരു ലോങ് ടേം എയിമാണ്, ഒരു ലോങ് ടേം പർപ്പസ് ആണത്. അതിനു വേണ്ടി ഞാൻ ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും റവന്യൂ എക്സ്പെൻഡിച്ചർ അതിനെ വിളിക്കാൻ സാധിക്കുമോ? ഇല്ല. ഞാൻ ഒരു ദിവസത്തെ ഡേ ടു ഡേ എക്സ്പെൻസ് കുറയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്. ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സ്പെൻഡിച്ചർ മുടക്കുന്നത്. സോ ഹിയർ ഇവിടെ എന്താണ് ആൻസർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ ആൻസർ. അപ്പൊ ഇതും തെറ്റാണ്. ഇവിടെ എന്താ വരേണ്ടേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ വരേണ്ടത്. നെക്സ്റ്റ്, ലീഗൽ ഫീസ് ടു അക്വയർ പ്രോപ്പർട്ടി ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻസ്. ലീഗൽ ഫീ, ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണടേ? അസറ്റ് അല്ലേ? ഒരു അസറ്റ് വാങ്ങുന്നതിന് ലീഗൽ ഫീയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതും ആ അസറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോസ്റ്റ് അല്ലേ ഈ ലീഗൽ ഫീ എന്ന് പറയുന്നത്? ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അതിന്റെ ബേസിൽ ലീഗൽ ഫീ ഒക്കെ കൊടുക്കണം. അപ്പൊ അത് ആ പ്രോപ്പർട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകളിലേ നമുക്കത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു റവന്യൂ ഐറ്റം ആണോ? അല്ല. സോ ഇവിടെ കറക്റ്റ് ആണല്ലേ? തെറ്റുകളുടെ ഇടയിൽ നമുക്ക് ഒരു ശരി ഉത്തരം കിട്ടിയിരിക്കുന്നു. എന്താണ്? ലീഗൽ ഫീസ് ടു അക്വയർ പ്രോപ്പർട്ടീസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്തത്, amount spent as a lawyer's fee to defend a suit claiming that the firm's factory site belonged to the plaintiff is capital expenditure. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളും ഒരു ലോങ് ടൈം പർപ്പസിനുള്ളതോ അല്ലെങ്കിൽ എന്താണ് അത്തരത്തിൽ നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമേ അല്ല. ആണോ? അല്ല. സോ ഒരിക്കലും നമുക്കിത് എന്ത് പറയാൻ പറ്റത്തില്ല, ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമുക്ക് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അതൊരിക്കലും ഒരു ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയേ അല്ല. സോ ഇവിടെയും തെറ്റാണ്, ഇതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഓക്കെ, അടുത്ത് നോക്കാം. എമൗണ്ട് സ്പെൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് വോൺ ഔട്ട് പാർട്സ് ഓഫ് എ മിഷൻ ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് റീപ്ലേസ്മെന്റ് ഓഫ് വോൺ ഔട്ട് പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നതിടെ മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇവിടെ പറയുന്നത്. മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഒരു അസറ്റ് പുതിയതായിട്ട് വാങ്ങുമ്പോൾ ഉള്ളതൊന്നും അല്ല. സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കൊണ്ട് വന്നതോ ഫ്രഷ് ആയിട്ട് വാങ്ങിയ കഥയോ ഒന്നും അല്ല പറയുന്നത്. എമൗണ്ട് സ്പെൻഡ് ഫോർ ദ റീപ്ലേസ്മെന്റ് ഓഫ് വോൺ ഔട്ട് പാർട്സ് ഓഫ് ദ മിഷൻ. മിഷന്റെ പാർട്സ് റിപ്പയറിംഗ് ചാർജസുകൾ, മെയിൻ്റനൻസ് ചാർജസുകളാണ് ഉദ്ദേശിക്കുന്നത്. അത് പുതിയ മിഷനെടുത്ത് പറഞ്ഞിട്ടില്ലേ? സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കൊണ്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങി
ബിഫോർ യൂസ് ഒന്നും പറഞ്ഞിട്ടില്ലേ? അപ്പം അതെന്താണ്? ആ നോർമൽ മെയിൻ്റനൻസ് റിപ്പയർ ചാർജ് ആണ്. ഒരിക്കലും അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവില്ല. ഒരു അസറ്റിൻ്റെ മെയിൻ്റനൻസ് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? ഇതും തെറ്റാണ് അല്ലേ? ഇതും തെറ്റാണ്, ഫോൾസ് ആണ്. അടുത്ത് നോക്കാം. Expense incurred on the repairs and whitewashing for the first time on purchase of an old building are revenue expenses. ശ്രദ്ധിക്കണേ, ഇതൊന്ന് ശ്രദ്ധിക്കണേ. എക്സ്പെൻസസ് ഇൻക്വേർഡ് ഓൺ റീപെയർസ് ആൻഡ് വൈറ്റ് വാഷിംഗ്. ഞാനൊരു ഓൾഡ് ബിൽഡിംഗ് വാങ്ങിച്ചു. നമ്മളെ സെക്കൻഡ് ഹാൻഡ് അസറ്റ് വാങ്ങിച്ച പോലത്തെ കഥയാണേ. ഞാനൊരു ഓൾഡ് ബിൽഡിംഗ് വാങ്ങിച്ചു. ആ ബിൽഡിംഗ് ഞങ്ങൾക്ക് ഒരു വൃത്തിയില്ല. ഞാൻ എന്ത് ചെയ്യുവാണ്? നല്ല വൈറ്റ് വാഷൊക്കെ അടിച്ച് പുതിയ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുവാണ്. സോ അതെന്ത് എക്സ്പെൻഡിച്ചറാണ്? ഇവർ പറയുന്നു അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന്. ആണോ? ഞാനൊരു പുതിയൊരു അസറ്റ് വാങ്ങിച്ച് റീപെയർ നടത്തുന്ന പോലെയാണ് ഞാനൊരു പഴയ വീട് വാങ്ങിച്ചത് ക്ലിയർ ചെയ്ത് എടുക്കുന്നത്, യൂസ്ഫുൾ കണ്ടീഷനാക്കി എടുക്കുന്നത് അല്ലേ? അവിടെ എന്താണ്, ഞാൻ പെയിൻ്റ് അടിച്ച് ആ പഴയ ബിൽഡിങ്ങിനെ ഞാനൊരു പുതിയ ബിൽഡിംഗ് ആക്കി മാറ്റി അല്ലേ? അതിൻ്റെ ഞാനത് റിപ്പയർ ചെയ്ത് എല്ലാം എടുത്തു. അതെന്താണ്? പുതിയ ഒരു വീടാക്കി മാറ്റി അല്ലേ? വീടാക്കി മാറ്റിയോ കണ്ടീഷനാക്കി മാറ്റിയോ? നമ്മുടെ ആൻസർ എന്താണ്? എന്താണ് ഇവിടെ വരേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം ഒരു അസറ്റ് വാങ്ങിച്ച് റീപെയർ എല്ലാം ചെയ്തെടുത്ത് നമ്മളത് യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങി നമ്മളത് റീപെയർ ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു പഴയ ബിൽഡിംഗ് വാങ്ങി പെയിന്റ് അടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതും. സോ ഈ കേസിലെല്ലാം എന്ത് എക്സ്പെൻഡിച്ചർ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. നമ്മൾ ലോങ് ടൈം ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ മുതൽ മുടക്കിയതാണ് അല്ലേ? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്തത്, എക്സ്പെൻസസ് കണക്ഷൻ വിത്ത് ഒബ്റ്റെയിനിങ് എ ലൈസൻസ് ഫോർ റണ്ണിങ് ദ സിനിമ. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ സിനിമയെ ബേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് ഒബ്റ്റെയിനിങ് എ ലൈസൻസ് ഫോർ റണ്ണിങ് എ സിനിമ. ഒരു സിനിമ ഒരു എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അല്ലേ? അപ്പം അതില്ലാതെ നമുക്ക് ഒരു അസറ്റിന് നമുക്ക് റിപ്പയറിങ് ചാർജസും അതർ റിലേറ്റഡ് ചാർജസ് പോലെ തന്നെയാണ് ആ ഒരു സിനിമയെ അത് റൺ ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. ആ സിനിമ നമ്മൾ ഒരു അസറ്റ് ഒരു യൂസ്ഫുൾ കണ്ടീഷൻ ആക്കിയാലേ പറ്റൂ എന്ന് പറയണ പോലെ തന്നെയാണ് ആ ഒരു സിനിമ എന്ത് ചെയ്യണം? റണ്ണിങ് ആവണമെങ്കിൽ ഈ ലൈസൻസ് എന്ത് ചെയ്തിരിക്കണം? വേണം. ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ? സോ ഇവിടെ ആൻസർ ശരിയാണ്. എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് ഒബ്റ്റെയിനിങ് എ ലൈസൻസ് ഫോർ റണ്ണിങ് ദ സിനിമ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അത് റൺ ചെയ്യണമെങ്കിൽ അതെന്ത് വേണം? ലൈസൻസ് കൂടിയേ തീരൂ. സോ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻഡിച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ്. സോ ഇവിടെ ശരി ഉത്തരമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ശരിയായ ഉത്തരമാണ് കേട്ടോ. എമൗണ്ട് സ്പെൻഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് temporary huts which were necessary for the construction of the cinema house and were demolished when the cinema house was ready is capital expenditure. അടുത്ത് എന്താ പറയുന്നേ? എമൗണ്ട് സ്പെൻഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പററി ഹട്ട്സ് വിച്ച് വെയർ നെസസറി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സിനിമ. സിമ്പിൾ. നമ്മൾ ബാഹുബലിയൊക്കെ സിനിമയൊക്കെ ചെയ്തപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ സെറ്റ് ഇട്ടത് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് അതിൻ്റെ സെറ്റ് ഇട്ടത്. ഈ സെറ്റ് ഇട്ടതിൻ്റെ ക്യാഷ് അവരെന്ത് ചെയ്യുന്നു? കുറച്ചിട്ടാണോ സിനിമയുടെ ബഡ്ജറ്റ് സെറ്റാക്കിയത്? ആണോ? അത്രയും രൂപ അവരെന്ത് ചെയ്യുവാണ്? എക്സ്ക്ലൂഡ് ചെയ്യുമോ അത്രയും വലിയ സെറ്റ് അവർ കൺസ്ട്രക്ട് ചെയ്തതിന്? ഇല്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളും ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ അവിടെ ടെമ്പററി ബിൽഡ് ചെയ്യുന്നെങ്കിലും ആ ഒരു ഹ്യൂജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് മാത്രം എടുത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം നമ്മൾ തുടങ്ങി അതിനൊരു വർക്കിംഗ് കണ്ടീഷൻ ആക്കുക എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് അതൊരു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനാണെന്ന് പറയാം. ഒരു സിനിമയുടെ കേസിലാണെങ്കിൽ അത് ഫുൾ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഇറക്കി അത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസുകൾ നമുക്ക് ഇതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇല്ലേ? അപ്പോൾ ഇതും എന്താണ്? ഇതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് അല്ലെ? വെറൈറ്റി ആയിട്ട് നമ്മൾ നോർമൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ? ഇനി എക്സ്പെൻഡിച്ചർ ഓൺ ഹെവി അഡ്വർടൈസിംഗ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ ടു എക്സ്പ്ലോർ എ ന്യൂ മാർക്കറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് വേണ്ട കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹെവി അഡ്വർടൈസ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് എടുക്കുന്നു, നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് വളരെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സിലോ നമ്മൾ ഇത്തരത്തിൽ എമൗണ്ട്
ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ആ വർഷം തന്നെ കിട്ടുമോ? ഇല്ല, കമ്മിങ് ഇയേഴ്സിലായിരിക്കും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക അല്ലേ. അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ നമ്മൾ എന്താ ടേം ചെയ്യുക? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഇതൊക്കെ എന്താണ്? നമുക്കിത് എന്ത് പറയാം? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആൻസർ ഞാൻ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ കേസ് പറഞ്ഞു അല്ലേ. സോ നമ്മൾ 9 കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക? തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ എന്ന് നോക്കുക. അപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടും ചോദിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുപോലെ റവന്യൂ റിസീപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഈ 4 ടേമുകൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും പ്രോബ്ലംസും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴേ അതൊന്ന് ഒരു പെർഫെക്റ്റ്ലി നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ആ ടേം പഠിച്ചു എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു.